نتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاصدع بما تؤمر وأعرض عن المشركين. വളരെ സ്നേഹനിധികളായിട്ടുള്ള സഹോദരങ്ങളെ, ആദർശ ബന്ധുക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ, മനസ്സിലാക്കിയിടത്തോളം തുടർച്ചയായി നിങ്ങൾ നടത്തിവരുന്ന ഒരു സംരംഭത്തിൻ്റെ ഒരു തുടർ പരിപാടി ആണ് ഇന്നും ഇവിടെ നടക്കുന്നത്. ഇതുപോലുള്ള ബഹുമുഖങ്ങളായ മാർഗങ്ങളിലൂടെ ഇസ്ലാമിക പ്രബോധന പ്രചാരണ പരിപാടികൾ നടത്തുക വഴി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അതുകൊണ്ട് ഒരുപാട് ഗുണം ലഭിക്കുന്നുണ്ട് എന്നത് ഒരു നല്ല അനുഭവം. ഇസ്ലാമിനെ സംബന്ധിച്ച് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റായ ധാരണകൾ ശക്തമായ ഇത്തരത്തിലുള്ള പ്രചാരണത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധ്യമാകും. അതോടൊപ്പം മുസ്ലിങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി അതിൻ്റെ ഓരോ വിഷയങ്ങളെ അവയുടെ ആഴതലത്തിലും യാഥാർത്ഥ്യത്തിലും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്
നമ്മുടെ മതപ്രചാരണ പരിപാടി. കേരളത്തിൽ 30% താഴെ വരുന്ന, ഏകദേശം 27% മാത്രം വരുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രചാരണ രംഗത്ത് സജീവമാവുക വഴി ഈ സംസ്ഥാനത്ത് മുസ്ലിങ്ങളാണോ കൂടുതൽ താമസിക്കുന്നത് എന്ന് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് ബോധ്യപ്പെടല്ല, അങ്ങനെ തോന്നിപ്പോകും. ഇസ്ലാമിനെ വളരെ അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു നേതാവ് കേരളത്തിലിറങ്ങി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം സഹയാത്രികരോട് ചോദിച്ചത്രേ, ഞാനിപ്പോൾ ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്ന്. കാരണം അത്രമാത്രം പള്ളികളും മദ്രസകളും ദീർഘമായ ബാങ്കുലികളും റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പ്രചാരണ പരസ്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഇന്ത്യയിലല്ലേ താമസിക്കാതെ വന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് തോന്നി. അപ്പൊ അത്ര സജീവമാണ് നമ്മുടെ ദീനീ പ്രബോധന രംഗം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാഴുകൾ മുതൽ ഹ്രസ്വമായ ഏകദിന പ്രഭാഷണം വരെ നമ്മൾ നടത്തി വരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഭാഗത്തുനിന്ന്, തെക്കുഭാഗത്തുനിന്ന് മലബാർ ഭാഗത്തേക്ക് പ്രസംഗിക്കാനായിട്ട് വരുന്ന കുറേ ആളുകൾ, നമ്മൾ സാധാരണ ക്ഷണിക്കാറുള്ള ഒരു മൈക്ക് സെറ്റുകാരോട് നമ്മുടെ ഒരു പ്രചാരണ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്കറ്റ്, ആ തലയിൽ തട്ടിട്ട് നടക്കുന്ന ആ വിഭാഗത്തിനാണ് വലിയ മാർക്കറ്റ്. ഒരു ഗാനമേളക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവർക്ക് ആവശ്യമാണ്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഒരു ദിവസത്തേക്ക് 35,000 രൂപയും 2 ദിവസം ഒന്നിച്ചാണെങ്കിൽ 60,000 രൂപയും, 5,000 രൂപ കുറവുണ്ട്. അങ്ങനെയാണ് ചാർജ്. അപ്പോ മതപ്രചാരണ രംഗം എത്ര സജീവമാകുമെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ചില സ്ഥലങ്ങളിൽ ഈ നിശ്ചിത സംഖ്യക്ക് പുറമെ ലേലം വിളിയിലൂടെയും മറ്റും വിളിച്ചു കിട്ടുന്നതിന്റെ 30% കൊടുക്കുകയും വേണം. അപ്പോ മതപ്രബോധന രംഗം ഒരിക്കലും മന്ദീഭവിച്ചു പോവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നിപ്പോ നമുക്കറിയാം, ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അരമണിക്കൂറോളം ബസ്സിന് കാത്തിക്കേണ്ടി വരും. കാരണം ബസ്സുകൾ മുഴുവൻ എറണാകുളത്തേക്ക് പോവുകയാണ്. നമ്മുടെ SSFന്റെ 40ാം വാർഷികമാണ്. നിങ്ങൾ ടി വിയിലൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല, SSFന്റെ 40ാം വാർഷികം കഴിയുമ്പോൾ പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ വിറച്ച് ചത്തുപോകും എന്നാണ് ആ പ്രയോഗമാണ്. 40ാം വാർഷികം എറണാകുളത്ത് കഴിയുമ്പോൾ പിന്നെ കേരളത്തിൽ ഒരൊറ്റ ഉൽപ്പതിഷ്ണുക്കളുണ്ടാവില്ല, വിറച്ച് ചത്തുപോകും. എന്താണ് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്നറിയാം. 1930കളിലൊക്കെ നമ്മുടെ അറബിക്കടലിലേക്ക് കൊണ്ടുപോയി തള്ളുകയായി. ഇപ്പൊ അറബിക് കടലിലേക്ക് തള്ളാൻ കഴിയാത്ത വിധം ശക്തമായപ്പോൾ വിറച്ച് ചാകും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ ചില ആൾക്കാർ ഞായറാഴ്ച കഴിഞ്ഞ് പരിപാടി തീരുമാനിച്ചാൽ മതി, ചാകാണെങ്കിൽ അത് അറിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചു. ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ മതപ്രചാരണ രംഗം വളരെ സജീവമാണ്. ഈ അടുത്ത് കുഞ്ഞിമൂസ സാഹിബിന്റെ ഒരു ലേഖനം ഷബാബിലുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയിരുന്നത് സംഘടനകൾ പലതായി തിരിയുകയും അവാന്തര വിഭാഗങ്ങളായി മാറുകയും ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ ആദർശങ്ങളും മറ്റൊക്കെ പറയുമ്പോൾ നമ്മുടെ മതത്തിന് പ്രയാസമുണ്ടാവുകയാണ്. പക്ഷെ മൂപ്പരുടെ ആ വിശദീകരണത്തിൽ അങ്ങനെയല്ല. മതത്തിന്റെ ഓരോ വിഷയങ്ങളെ പറ്റിയുള്ള കൃത്യമായ അറിവ് ലഭിക്കാൻ അത് സഹായകമാവുകയാണ് ചെയ്യുക. അങ്ങനെ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്.
ഏതായാലും അങ്ങനെയൊക്കെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. പരിപാടിക്ക് ഇങ്ങനെ വിളിച്ചപ്പോൾ നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രമേയമുണ്ട്. വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം. അപ്പം ബാക്കി കാര്യം ഞാൻ ആലോചിച്ചില്ല, അതിനെപ്പറ്റിയായിരിക്കും സംസാരിക്കാനുണ്ടാവുക എന്നാണ് മനസ്സിലാക്കിയത്. ഇവിടെ വന്നപ്പോൾ വേറൊരു ഹെഡിങ്ങിലാണ് ഉള്ളത്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അത് ഞാൻ ഹന്ദു സ്വലാത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു, എങ്ങനെ വിഷയം അവതരിപ്പിക്കണം എന്ന്. ഏതായാലും വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനൊരു സദസ്സായ ഒരു ചർച്ച പോലെ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രഗത്ഭ പണ്ഡിതനും പ്രഗത്ഭ പണ്ഡിതനും 3 പ്രാവശ്യം പറഞ്ഞു. ഒരു അസത്യവും 3 പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് സത്യമാവില്ല. അപ്പൊ പ്രഗത്ഭ പണ്ഡിതൻ എന്നുള്ളത് തെറ്റാണ്. മൈക്ക് 1 മീറ്റർ മേലെയായിരുന്നു ഞാൻ വന്നപ്പോൾ. വലിയ ഒരു ആചാരഭാവമായ പണ്ഡിതനെ വരുന്നെന്ന് കരുതി ഉറപ്പിച്ചു വെച്ചതാണ്. പക്ഷെ താഴോട്ട് താഴ്ത്തേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് താഴെ കടയിൽ നിന്ന് അങ്ങനെ തുടങ്ങാം. ഇവിടെ നവോത്ഥാന ചിന്തകളും വിശ്വാസിയുടെ ബാധ്യതകളുമാണ്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണുള്ളത്? ഈ നവോത്ഥാന പ്രക്രിയ എവിടെ നിലനിൽക്കണമോ നമുക്കതിലുള്ള പങ്കെന്താണ്? നമുക്ക് വല്ല ബാധ്യതയുണ്ടോ? അതാണ് നമുക്കറിയാനുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ സംസാരിക്കാൻ. നവോത്ഥാന പ്രവർത്തനം ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് വിശ്വാസരംഗത്ത് വേണം, കർമ്മരംഗത്ത് വേണം, ആഘോഷരംഗത്ത് വേണം. മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നവോത്ഥാനം നടക്കണം. കാരണം വിശ്വാസരംഗത്ത് വൈകല്യങ്ങൾ വരാം, കർമ്മരംഗത്ത് അലസതകൾ വരാം, മറ്റു ആചാരരംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നുകൂടാം. അപ്പോൾ ഓരോ രംഗവും പ്രത്യേകം ശ്രദ്ധിച്ച് അവിടെ വരുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ഇസ്ലാമിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, അനുഷ്ഠാനം, ആചാരം, ആഘോഷം, സ്വഭാവ രീതികൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, ക്രയവിക്രയങ്ങൾ എല്ലാം അതിങ്ങനെ അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. ഇവിടെ പുതിയതായിട്ട് പലതും ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഷ്ഠാന രംഗത്തും ആചാരരംഗത്തും ആഘോഷരംഗത്തും വിശ്വാസരംഗത്തും. അപ്പൊ ഈ നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളിലും ദർശനങ്ങളിലും നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ആ മതത്തിന്റെ നിലവിലുള്ള ചാപ്പല്യങ്ങളെ മാറ്റി കാലഘട്ടത്തിനനുസൃതമായി പുതിയ നവനവങ്ങളായിട്ടുള്ള നിയമങ്ങൾ പുനഃസ്ഥാപിക്കുക. കാരണം ആ മതത്തിന്റെ അല്ലെങ്കിൽ ആ ദർശനത്തിന്റെ പല വശങ്ങളും കാലഹരണപ്പെട്ടതോ അപ്രായോഗികമോ ആയിത്തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രായോഗികവും കാലോചിതവുമാക്കാൻ പുതിയവ കൊണ്ടുവരികയാണ് ഇസ്ലാമല്ലാത്ത എല്ലാ പ്രസ്ഥാനങ്ങളിലും നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രപ്രവേശനം ലഭിക്കാതിരുന്ന ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുകയാണ് ഇവിടെ ചെയ്തത് നാരായണഗുരു. അപ്പൊ നിലവിലുള്ള ഒന്നല്ല, നിലവിലില്ലാത്ത ഒന്ന് പുതിയതായിട്ട് കൊണ്ടുവരുന്നു. അവർണരായ ആളുകൾക്കും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുമുള്ള അവകാശം മാനുഷികമായി ഉണ്ട് എന്ന പുതിയ തത്വം പഠിപ്പിക്കുകയായി. അങ്ങനെയാണ് എല്ലാ മതത്തിലും നവോത്ഥാനം. നമ്മുടെ മതത്തിലെ നവോത്ഥാനം പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് അത് മാത്രം ജനങ്ങളെ പഠിപ്പിക്കുന്ന, അതിലേക്ക് കൊണ്ടുവരുന്ന, അതിനാളുകൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ പരിഹരിച്ച് അതിനെ അതിന്റെ യഥാസ്ഥാനത്ത് കൊണ്ടുവരിക. അതാണ് നമ്മുടെ നവോത്ഥാനം. ഷേക്സ്പിയർ എന്ന സാഹിത്യകാരൻ, നോവലിസ്റ്റൊക്കെയാണല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സമുദായത്തിന്റെയും പുരോഗതി ആ സമുദായത്തിന് എത്രമാത്രം മുന്നോട്ട് ഗമിക്കാൻ കഴിയും
എന്നതിനെ അപേക്ഷിച്ചാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി അദ്ദേഹം പറയാം, എത്രമാത്രം പിന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും അതിനനുസരിച്ചാണ് നമ്മുടെ പുരോഗതി. ശരിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട് ഏറ്റവും പിന്നിലേക്ക് പോകാൻ പറ്റിയാൽ അതാണ് നല്ലത്. മുജാഹിദുകളെ എതിർക്കുന്ന ആളുകൾ പറയും 921 ശേഷമാണ് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ശുദ്ധതയും പ്രശ്നം ഉണ്ടായത്, അതായത് വഹാബികൾ വന്നതിന് ശേഷം. അതുകൊണ്ട് അതിന് മുമ്പേക്ക് തിരിച്ചു പോകണം. നമ്മൾ പറയുന്നത് തിരിച്ചു പോകണം, പക്ഷേ 921 921 ഇപ്പൊ ആരെങ്കിലും തിരിച്ചു പോകാൻ തയ്യാറാകും? നമ്മളതാ പറയുന്നു, അന്നത്തേക്കാൾ വിശാലമായ റോഡതാ ഒഴിഞ്ഞു കിടക്കുന്നു, നിങ്ങൾ തിരിച്ചു പോയിക്കോളി. ആരെങ്കിലും തയ്യാറാകും? അപ്പോ ആരാ ഈ 921 തിരിച്ചു പോകാൻ തയ്യാറാകാം? ഒരൊറ്റ മദ്രസ ഉണ്ടാവില്ല. അന്ന് ദിവസം ഉണ്ടായിരുന്നു, ഓത്തുപള്ളിയും ദിവസവും. കോളേജില്ല, യത്തീംഖാനല്ല, റേഞ്ച് ജമീയത്തുലമല്ല, സമസ്തല്ല, സംസ്ഥാനമില്ല, ദക്ഷിണ കേരളയില്ല, ഭക്ഷണ കേരളയില്ല, ഒന്നുമില്ല. അപ്പൊ ഒക്കെ പിരിച്ചുവിടേണ്ടി വരും. അപ്പൊ 921 ആരും തിരിച്ചു പോകില്ല. നമ്മൾ പറയുന്നത് തിരിച്ചു പോകണം, പക്ഷെ എങ്ങോട്ട് പോകണം? 1-ാം നൂറ്റാണ്ടിലേക്കും 2-ാം നൂറ്റാണ്ടിലേക്കും 3-ാം നൂറ്റാണ്ടിലേക്കും തിരിച്ചു പോകണം. അതിന് അഡ്രസ്സുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. എന്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല നൂറ്റാണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ നൂറ്റാണ്ട് അല്ലെങ്കിൽ തലമുറ, അത് ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയാണ്, ഞാനും എന്റെ സ്വഹാബികളുമുള്ളത്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന് തൊട്ടടുത്ത തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന് തൊട്ടടുത്ത തലമുറ. പിന്നെ നബി എന്ന് പറഞ്ഞില്ല, 3 തലമുറ ഗ്യാരണ്ടിയാണ്, നല്ലതാണ്. അപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകാം. അതിനുള്ള ശ്രമമാണ് നവോത്ഥാനം എന്നാ ഞാൻ പറയാം. അല്ലാതെ പുതിയതായിട്ടൊന്നും കൊണ്ടുവരാനല്ല. ഞാനിവിടെ വരുമ്പോ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശക്തമായ തെറ്റായ ധാരണ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊരു പുതിയ പരിഷ്കാരത്തിന്റെ ആൾക്കാരാണ്. പരിഷ്കരണമല്ല, പരിഷ്കരിക്കുക, ദീനിനൊക്കെ പരിഷ്കരിക്കുക, കാലഘട്ടത്തിനനുസൃതമായിട്ട് വ്യാഖ്യാനിക്കുക, അതിന് ബുദ്ധിക്ക് അനുയോജ്യമല്ലതെന്നൊക്കെ അല്ല എന്ന് തോന്നുന്നത് തിരുത്തി അതിനെ ബുദ്ധിക്ക് അനുഗുണമാക്കി മാറ്റുക. അങ്ങനെ പുതിയ പലതും കൂട്ടിച്ചേർത്ത് മതത്തിന്റെ ഒരു പുതിയ മുഖം വെച്ചുകെട്ടുന്ന ആളുകളാണ് നമ്മളെന്നാണ് ധാരണ. വലിയ തെറ്റിദ്ധാരണ. ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു പ്രദേശത്ത്, നാടിന്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് ഒരു ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. ഒരു ഏകദിന പരിപാടി വെച്ചത്. അപ്പൊ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാക്ക് ശേഷം യോഗം ചേർന്നിട്ട് വഹാബികളുടെ പരിപാടി, മുജാഹിദുകളുടെ പരിപാടി നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, അത് നടത്താൻ സമ്മതിക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പൊ കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ വന്നിട്ട്, അല്ലെങ്കിൽ രംഗത്ത് വന്നിട്ട് അവരെ പറഞ്ഞത്രേ, അങ്ങനെ ചെയ്യണ്ട, അവർ നടത്തട്ടെ, അവർ പറയട്ടെ, അവർ പറയുന്നതിൽ മതവിരുദ്ധമായി വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തിരുത്തി പറഞ്ഞു കൊടുക്കാം, ജനാധിപത്യ രാജ്യമല്ലേ, അങ്ങനെ നടക്കട്ടെ 1-ാമത്തെ പ്രാവശ്യം. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞപ്പോ കമ്മിറ്റിക്കാരങ്ങനെ തീരുമാനിച്ചു സത്യപടക്കം. എന്നിട്ട് നമ്മൾ മയക്കൊക്കെ കെട്ടുമ്പോൾ ശരിയാക്കുമ്പോ ഈ ചെറുപ്പക്കാരായ ആളുകൾ വന്നിട്ട് നമ്മളോട് അപേക്ഷിച്ചത് എന്താ അറിയാം? നിങ്ങളുടെ പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്നായിരുന്നു തീരുമാനം. ഞങ്ങൾ കുറച്ച് ആളുകൾ ഇടപെട്ടിട്ടാണ് അത് നടത്താം എന്ന അംഗീകാരം വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ അറിയോ? നിങ്ങൾ ആദ്യമായിട്ട് പ്രസംഗിക്കാറുണ്ട്, അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്ന നിങ്ങളുടെ വാദം ഉണ്ട്, അതൊന്ന് പറയരുത്. അത് പിന്നെ തുടർന്ന് നടത്തുന്ന പരിപാടികളിൽ പറയാം. ഇന്ന് അത് പറയുമ്പോൾ ആളുകൾ വികാരം കൊള്ളും. മുഹമ്മദ് നബി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 കൊല്ലമായിട്ടുള്ള കൃത്യം ആ സംഗതി നടന്നത്. അത്ര തെറ്റിദ്ധാരണയിലാണ് അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ സാധുക്കൾ, ചെറുപ്പക്കാർ, നല്ല മനുഷ്യർ, നമുക്ക് അവസരം വാങ്ങി തന്നവർ അത്ര വലിയ തെറ്റിദ്ധാരണയിലാണ്.
അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ നമ്മൾ പുതിയതിലേക്ക് ക്ഷണിക്കുന്നു, പുതിയത് പ്രചരിപ്പിക്കുന്നു എന്ന ആ ഒരു ചിന്ത ഇവിടെയൊക്കെ പൊതുവെ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ ശക്തമായിട്ട് വരുത്തി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടി നമ്മുടെ ഒരു പെൺകുട്ടിയോട് ചോദിച്ചത്, നിങ്ങളുടെയും ഞങ്ങളുടെയും മുസ്ഹഫ് അതിന് ഒന്നല്ലല്ലോ, സംസാരത്തിനിടെ ഒരു മുസ്ഹഫല്ലല്ലോ, നിങ്ങൾക്ക് വേറെയും ഞങ്ങൾക്ക് വേറെയുമല്ലേ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായി തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ കുറേ ദിവസം നമ്മുടെ പ്രവർത്തകരുമായിട്ടൊക്കെ ഇങ്ങനെ സഹകരിച്ച് അവരുടെ കൂടെ നടക്കുക, അവരൊപ്പം സംബന്ധിക്കുക, ബന്ധപ്പെടുക, അങ്ങനെയൊക്കെ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ ആളുകൾ വിചാരിച്ചിരുന്ന ഇയാൾ മതവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യക്കാരനായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാതെ ആയപ്പോൾ അന്വേഷിച്ചു, അല്ല ഇതപ്പോ കാണാറില്ലല്ലോ. അപ്പൊ പറഞ്ഞത്, ഞാന് കുറച്ച് ദിവസം നിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുക കാരണം നിങ്ങൾ അള്ളാഹു അഥവാ ദൈവം ഇല്ല എന്ന് പറയുന്ന കൂട്ടരാണെന്നാണ് ഞാൻ കരുതി. പിന്നെന്താണ് നിങ്ങളൊരു പരിപാടി വെച്ചപ്പോൾ യഥാർത്ഥ സാക്ഷാ ദൈവത്തെ അവതരിപ്പിക്കുന്ന നിങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളോട് ബന്ധപ്പെടാൻ വന്നിട്ടില്ല. അപ്പൊ ഇത്ര തെറ്റായ ധാരണ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റിയുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ പുതിയതായിട്ടൊന്നും പറയല്ല, അത് നമ്മൾ ഇരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പുതിയതായിട്ടൊന്നുമില്ല, നമുക്ക് പരിഷ്കാരമൊന്നുമില്ല, പരിഷ്കരണമാണ്, നവോത്ഥാനമാണ്. നമ്മുടെ ഉള്ളതിനെ ആ പഴമയിലേക്ക് കൊണ്ടുപോയി പഴമയിൽ നിലനിർത്തലാണ്. പുതിയതൊന്നും വെച്ച് കെട്ടലല്ല, പുതിയതൊന്നും നിർമ്മിക്കലല്ല, പുതിയ ഒരു മുഖം നൽകലല്ല, പഴമയിലേക്ക് തിരിച്ചു വിളിക്കലാണ്. അതാണ് നവോത്ഥാന ഇസ്ലാഹ് എന്ന വാക്കിന്റെ മലയാളത്തിൽ ആ വാക്കിന്റെ പദം എനിക്കറിയില്ല, അറബി വാക്കിലെ ഇസ്ലാഹ് എന്നാണ്. കേട് വന്നത് നേരെയാക്കാൻ, പുതിയത് തെറ്റിയാനല്ല, കേട് വന്നതിനെ അതിന്റെ യഥാർത്ഥ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, അതാണ് ഇസ്ലാഹ്, നവോത്ഥാനം. ഇനി നമ്മൾ വേണ്ട ചിന്തിക്കേണ്ടത് അതിവിടെ നടത്തേണ്ടതുണ്ടോന്ന്. അത് ഞങ്ങൾക്ക് വിട്ടുതരണം, നമ്മൾ നടത്തേണ്ടതുണ്ടോന്ന്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മുടെ ISMന്റെ കീഴിൽ ഒരു ദഅവ സ്ക്വാഡ് മലപ്പുറം ജില്ലയിൽ, അവിടെയാണല്ലോ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള പ്രദേശം, അത് പുളിക്കലടുത്ത ഒരു സ്ഥലത്ത് ദഅവത്തിന് പോയി. വീടുകളിൽ കയറിയാണല്ലോ ദഅവത്ത്. 4-5 ചെറുപ്പക്കാർ നമ്മുടെ ISMന്റെ പ്രവർത്തകർ ഒരു ഉമ്മയോടും ഉമ്മയുടെ മരുമകളോടും 3-4 പേരക്കുട്ടികളോടും തൗഹീദിനെ പറ്റി ദീനിനെ പറ്റിയൊക്കെ സംസാരിച്ചു. 1.5 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. കാരണം അവരിങ്ങനെ താല്പര്യപൂർവ്വം കേട്ടിരിക്കാൻ, മാറാണെങ്കിൽ ഒരു കുടുംബം ഒന്നിച്ച് കിട്ടാൻ. അവസാനം പോകാൻ സമയത്ത് നല്ല വെള്ളമൊക്കെ ഉണ്ടാക്കി, ചായയൊക്കെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പോകാൻ സമയത്ത് അവിടുത്തെ തള്ള അവിടുത്തെ നാടൻ ഭാഷയിൽ, മലബാർ ഭാഷയിൽ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പോയിക്കോളി, നമുക്കല്ലെങ്കിൽ ഇപ്പോൾ ഈ അള്ളയും വചനങ്ങളും അല്ലാതെ മറ്റാരാണുള്ളത്. ഇത്ര നേരം പ്രസംഗിച്ചിട്ട് വയലൊക്കെ പറഞ്ഞിട്ട് തള്ളക്ക് മനസ്സിലായത് നമുക്ക് പഠിച്ചോളും, നമ്മുടെ കാര്യം നോക്കാൻ പഠിച്ചോളും വചനങ്ങളൊക്കെ തന്നെ ഉള്ളതാണ്. എന്നാലും അള്ളാഹു മാത്രമെന്ന് മനസ്സിലായില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യാൻ ഹജ്ജിന് പോയിട്ട്, അപ്പൊ മലബാറിന്ന് പോയ ഒരു സ്ത്രീ മുന്നിലിരിക്കുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ തട്ടിയിട്ട്, അല്ല മോനെ, ഇവിടെ ഈ ബാഫയ്ക്ക് തങ്ങളുടെ ഖബർ ഈ മക്കയിൽ എവിടെയാണെന്നാ, ബാഫയ്ക്ക് തങ്ങൾ അവിടെയാണല്ലോ മരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ജനങ്ങൾ. മനുഷ്യരുടെ ഹൃദയത്തിൽ അള്ളാഹുവല്ല, ജാറങ്ങളാണ്. ഇമാം ഷൗക്കനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ബനു ഇസ്രായേലിന്റെ ഹൃദയത്തിൽ ആ മൂലിക്കുട്ടിയോട് ഉണ്ടായിരുന്ന അതേ അഭിനിവേശം മുസ്ലിം സമുദായത്തിൽ ഖബറിനോടുണ്ട് എന്ന് ഇമാം ഷൗക്കനി റഹ്മത്തുള്ളാഹി ഹനഫി മദ്ഹബുകാരനായ പ്രഗത്ഭനായ പണ്ഡിതൻ. മനുഷ്യരുടെയൊക്കെ ഹൃദയത്തിൽ അല്ലാഹുവല്ല, അവരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന അല്ലാഹുവിന് ഒരു സ്ഥാനവുമില്ല. ഇപ്പോൾ സമ്മേളനം നടത്തുന്ന കൂട്ടര് ഒരു 3-4 പേജുള്ള ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിട്ടുണ്ട്. വീടുകളിലൊക്കെ അത് നൽകി വരുന്നുണ്ട്. അതിലെന്താ പറയുന്നത്, 21 അഖ്താബുകൾ. അഖ്താബ് എന്ന് പറഞ്ഞാല് ഔലിയാക്കളുടെ ചില പദവികളാണ്, കുത്തുബ് എന്ന് പറയും. ഒരു വിഷയത്തെ, ഒരു വസ്തുവിനെ ആശ്രയിച്ച് മറ്റുള്ളത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കുത്തുബ് എന്ന് പറയുക. അങ്ങനെ 21 കുത്തുബുകൾ, അഖ്താബുകൾ, അതിന്റെ ബഹുവചനം, അവരാണ് ഈ ലോകം ഭരിക്കുന്നത്. നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഈ നവോത്ഥാനം വേണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിൽ ഒരു സ്ഥാനമില്ല, മലക്കുകളുമില്ല, അമ്പിയാക്കളുമില്ല. വഹീദ് ഷെയ്ഖാണ് കുത്തുബുൽ അഖ്താബായിട്ടുള്ളത്. 21ാമത്തെ ആള് കക്ഷിയാണ്. ബാക്കി 20 ആൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥകളും അവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ റിഫായിമ ഷെയ്ഖുണ്ട്,
പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒരുപാട് ഷെയ്ഖന്മാരുണ്ട്, 10-21 പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. അവരാണ് ഈ പ്രപഞ്ചത്തിലെ ആകാശഗോളങ്ങളിലും ഭൂമിയിലും കടലിലും എല്ലാമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകങ്ങൾ വായിച്ചാൽ അള്ളാഹു എവിടെയില്ല, അള്ളാഹിന് ഒരു പങ്കുമില്ല, അള്ളാഹിനൊന്നും ചെയ്യാനില്ല, എല്ലാ കാര്യങ്ങളും ഈ അഖ്താബികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കണമോ? അതാണ് നമ്മുടെ വിഷയം. ഞാൻ പറയാണ്, എന്നെപ്പറ്റി ഇവിടെ ആരെങ്കിലും വല്ല ദുരാരോപണം നടത്തിയാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? ഞാനത് സഹിക്കുന്നത് കണ്ടാൽ നിങ്ങളെന്താ പറയാ? ഒരു അന്തസ്സില്ലാത്ത ആളാണോ? അയാളെ പറ്റി അടിസ്ഥാനരഹിതമായ ആരോപണം പറയുമ്പോൾ ഒന്ന് പ്രതികരിക്കണ്ടേ? അയാൾ അത് ചെയ്യുന്നില്ല. എന്റെ ഉപ്പയെ പറ്റിയോ എന്റെ ഉമ്മയെ പറ്റിയോ എന്റെ കുടുംബത്തെ പറ്റിയോ ആണെങ്കിലോ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ പറ്റിയാണെങ്കിലോ നമുക്ക് സഹിക്കൂല. പക്ഷേ നമ്മുടെയും ഈ പ്രപഞ്ചത്തിന്റെയും നാഥനായ അള്ളാഹുവിനെ പറ്റി അരുതായ്മകൾ അവന്റെ ദാത്തിലേക്കും സിഫാത്തിലേക്കും വെച്ചുകെട്ടുമ്പോൾ അവനൊന്നും സംഭവിക്കുന്നെങ്കിലും അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ് എന്ന് പറയേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ്. എന്റെ വിഷയം അതാണ്. ഞാൻ അതിനാണ് ഗൗരവം പ്രാധാന്യം നൽകാറുള്ളത്. അള്ളാഹുവിനോട് ചേർത്തി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അള്ളാഹുവിന് മക്കളുണ്ട്. 1700 കൊല്ലമായി ക്രിസ്ത്യാനികൾ. 300 കൊല്ലം കഴിഞ്ഞ് ഈസാ നബിക്ക് 300 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയതാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഈ പ്രപഞ്ചം ആകെ നാശമടയാൻ ആ ഒരൊറ്റ വാദം മതി. പക്ഷേ 1700 വർഷമായി ലോകത്ത് 2000-ഓളം 200 കോടിയോളം വരുന്ന ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ദുരാരോപണം നടത്തിക്കൊണ്ടിരിക്കും. മക്കളുണ്ടാകണമെങ്കിൽ ഭാര്യ ഉണ്ടാകണം. അള്ളാഹു ആകട്ടെ അതിൽ നിന്ന് പരിശുദ്ധനാണ്. വലത അവന് ഭാര്യയോ മക്കളോ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നു. ലം യലിദ് അവന് സന്താനങ്ങളില്ല, വലം യൂലദ് അവൻ ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയും. ആ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഇകഴ്ത്തുകയും അതിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിലും അറിവിലും പെട്ടിട്ട് നമ്മൾ അനങ്ങാതെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യം സുഖസൗകര്യങ്ങൾ മാത്രം പരിഗണിച്ച് അടങ്ങിയിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ് എന്ന് ഞാൻ എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പൊ നവോത്ഥാനത്തിൽ നമ്മൾ പങ്കെടുക്കണമെന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ പടച്ചവൻ എന്ത് മഹത്വമാണുള്ളത്? പടച്ചവനോട് വല്ല സ്ഥാനമുണ്ടോ? മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് പത്രത്തിൽ വന്നതാണ്. ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കോടതിയിലെത്തി. വിവാഹ സമയത്ത് നൽകിയിട്ടുള്ള 25 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും വിവാഹമോചന സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ല എന്ന് ഭാര്യ വീട്ടുകാർ കേസ് കൊടുത്തു. അത് ഞങ്ങൾ തിരിച്ചു നൽകിയെന്ന് ഭർത്താവിന്റെ വീട്ടുകാരൻ പറഞ്ഞു. അങ്ങനെ കേസൊക്കെയായി പ്രശ്നമായി. മസ്ലഹത്തിൽ പിരിയാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നാട്ടിൽ വെച്ച് മസ്ലഹത്താകാം. വിശുദ്ധ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യും അവരുടെ രീതി അനുസരിച്ച്. ശരി, 2 കൂട്ടരും സത്യം ചെയ്തു. ഒരു കൂട്ടർ സത്യം ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മറ്റേ കൂട്ടർ സത്യം ചെയ്തത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 കൂട്ടർ ഖുർആൻ പിടിച്ച് സത്യം ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒന്ന് കളവായിരിക്കും, ഉറപ്പാണ്. അവർക്കും ഉറപ്പാണ്, നമുക്കും ഉറപ്പാണ്. 2 സത്യം ഉണ്ടാവില്ല. ശരി, അവിടെ വിജയിക്കാതിരുന്നപ്പോൾ പള്ളിയിലെ സത്യം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. 2 കൂട്ടർ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഭാര്യ വീട്ടുകാരൻ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഭർത്താവിന്റെ വീട്ടുകാർ. ആഘടകരായില്ല. കമ്മിറ്റിക്കാരൻ പ്രശ്നത്തിലായി, സങ്കീർണതയിലായി. ഇതെന്ത് ചെയ്യും? അപ്പൊ അവസാന ഖത്തീബിന് ഒരു ഹിക്മത്ത് തോന്നി. അതെന്താ അറിയാം, അടുത്ത ആഴ്ച നമുക്ക് പിന്നെ അവിടെയുള്ള ഒരു ജാറുണ്ടല്ല, അവിടെ വെച്ചാണ് തീരാൻ. മമ്പുറത്തെ ജാറ്, മമ്പുറത്ത് വെച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഒരു 18-ാം തീയതി സെപ്റ്റംബർ 18-ാം തീയതിയിലേക്ക് തീരുമാനിച്ചു. സെപ്റ്റംബർ 17-ാം തീയതി പത്രത്തിൽ വന്നു. ആ കേസ് മമ്പുറത്തേക്ക് പോകാതെ നാട്ടിൽ വെച്ച് തന്നെ തീർന്നു. ഒരു കൂട്ടർ സത്യം തുറന്നു പറഞ്ഞു. കാരണം മമ്പുറത്ത് പോയിട്ട് നുണ പറയാൻ അതിൽ ആരാണ് കളവെന്ന് നമുക്കറിയില്ല, അവർക്ക് ധൈര്യമില്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ പേര് പിടിച്ച് 3 പ്രാവശ്യം പേര് പിടിച്ച് 2 കൂട്ടരും കള്ളസത്യം, ഏതോ ഒരു കൂട്ടർ കള്ളസത്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനാണോ പ്രാധാന്യം, അതോ മരണപ്പെട്ടുപോയി കിടക്കുന്ന മമ്പുറത്ത് തങ്ങൾക്കാണോ പ്രാധാന്യം? ഇതൊരു നിസ്സാര കാര്യമാണ്. ഇത് നമ്മൾ എഴുതി തരേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ സ്വാധീനം ഉള്ള സ്വാധീനമാണ് പറയുന്നത്. അത് നൽകിയിട്ട് ആ സ്വാധീനം ഉള്ളിടത്ത് അള്ളാഹുവിന്റെ അസ്തിത്വവും അവന്റെ ഏകത്വവും അതിനെ ഉയർത്തിപ്പാടി പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജിഹാദ് അള്ളാഹുവിന്റെ ആദർശം അത്യുന്നതമാകാൻ ഈ പ്രദേശത്ത്
അള്ളാഹുവിന്റെ ആദർശം ഉയർന്നു നിൽക്കണം, ശിർക്കിന്റെ ആദർശമല്ല. ബഹുദൈവ ആരാധനയുടെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും മൺമറഞ്ഞു പോയിട്ടുള്ള മഹാന്മാരുടെയും അവരാര് തന്നെയാണെങ്കിലും അവരുടെ ആദർശമല്ല, അവരുടെ മഹത്വമല്ല, അവരുടെ നാമമല്ല പ്രകീർത്തിക്കപ്പെടേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റേതാണ്. രാവിലെയും വൈകുന്നേരവും അവനെ നിങ്ങൾ പരിശുദ്ധിപ്പെടുത്തുകയും അതിങ്ങനെ സുബ്ഹാനല്ലാഹ് നാവുകൊണ്ട് പറയുന്നത് പരിശുദ്ധിപ്പെടുത്തല. പക്ഷെ അത് അതിന്റെ ഏറ്റവും താഴെക്കടയിലുള്ള നാവ് കൊണ്ടും ആശയം കൊണ്ടും ആദർശം കൊണ്ടും അള്ളാഹുവിന്റെ വിശുദ്ധിയെ പുലർത്തണം. അവന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്ത പലതും അവന്റെ പേരിൽ കെട്ടിവെക്കുന്ന പ്രവണതകൾ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. അതിൽ നിന്ന് അവൻ ഒഴിവാണ് എന്ന് നമ്മൾ ലോകത്തോട് പ്രഖ്യാപിക്കണം. അതിനാവശ്യമായ അധ്വാനം, സാമ്പത്തികമായ വിനിയോഗം, ഒഴിവ് സമയം, സ്വാധീനം, ഞാൻ ഭംഗി വാക്ക് പറയല്ല, ചെലവഴിക്കണം. പെരുമറ്റക്കാരോട് ഞാൻ പറയാം, ഞങ്ങളുടെയൊക്കെ നാട്ടിനെ അപേക്ഷിച്ച് സാമ്പത്തികമായി കുറെ കൂടി ഉയർച്ചയിലാണ്. ആരും ഉയർന്നവരാണെന്ന് തോന്നാറില്ല, പറയാറില്ല. പക്ഷെ ഞങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ നാടുണ്ട്, ആ നാട്ടിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഉയരത്തിലാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്കിത് സജീവമാക്കാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് അവരിങ്ങനെ കുഴപ്പക്കാരാണ്, അതേപോലെ തന്നെ ചിത്രത വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ്, വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്ന് ഔദ്യോഗിക തലത്തിൽ പറയുമ്പോൾ ഔദ്യോഗിക തലം നിഷേധിക്കണം. അല്ല, അവരങ്ങനെയല്ല. അതിന് നമ്മൾ പരസ്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകണം, സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകണം. നമ്മൾ എന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. സമൂഹത്തിനും ലോകത്തിനും രാഷ്ട്രത്തിനും നിയമത്തിനും നിയമധാരകൾക്കും നമ്മെപ്പറ്റി ബോധം വേണം. ഇപ്പൊ മലബാർ ഭാഗത്തൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വഴവിന്റെ മൈക്ക് പെർമിഷൻ എന്നാല് ചോദിക്കും, പ്രശ്നം ഉണ്ടാക്കൂടാന്ന്. അപ്പൊ നമ്മളെന്താ പറയുന്നത് അറിയോ? ഞങ്ങളെ പാലക്കാട് സമ്മേളനം നടത്തിയ കൂട്ടരാണോ? പണ്ട് മുജാഹിദിന് പിന്നെ മൈക്ക് പെർമിഷൻ പോയാൽ പിന്നെ ഒന്നും ആലോചനല്ല. 1992 ഇന്ത്യ രാജ്യം കലുഷിതമായ സാഹചര്യത്തിൽ മനുഷ്യ സൗഹാർദ്ദത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാലക്കാട് സമ്മേളനം നടത്തി. ഇന്ത്യ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം ആ രാജ്യത്തെ സുരക്ഷിതരാണ് എന്ന ലോകം അതുകൊണ്ടാണ് അംഗീകരിച്ചത്. ഇന്ത്യക്ക് മറ്റു രാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽപ്പുണ്ടായത് കാരണം അങ്ങനെയുള്ള സംഘമാണെന്ന് പറയുമ്പോ എളുപ്പമാണ്. ഇപ്പോൾ രസാണ്, നിങ്ങളോട് പറയാൻ പറ്റുമെന്നറിയില്ല, ആർക്കും ഇഷ്ടപ്പെടായിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ പോലീസുകാരോട് ചെന്നാൽ ഞങ്ങൾ സർ മടവൂർ ഗ്രൂപ്പാണെന്നാ പറയാം. അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാകാറില്ല, ഉള്ളത് പറയാനോ. അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാകാറില്ല, കാരണം ആ ശബ്ദത്തിനും ആ ആശയ പ്രചരണത്തിനും ഒരു മാന്യതമായ ഇസ്ലാമികമായ ഒരു രീതി പുലർത്തുന്നു എന്ന് ഔദ്യോഗിക തലത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാനതേ പറയുള്ളൂ, അല്ലാതെ ഞാൻ നമ്മുടെ ഗുണം പറയല്ല, ഔദ്യോഗിക തലത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ബോധ്യപ്പെടുന്ന വിധത്തിൽ നമ്മുടെ പ്രചാരണം നടക്കണം. ഈ പ്രദേശത്ത് അള്ളാഹുവിനായിരിക്കണം സ്ഥാനം, മറ്റാരുടെ സ്ഥാനം നമ്മൾ കുറക്കണ്ട. പ്രവാചകന്മാരുടെ മഹത്വം, ഔലിയാക്കളുടെ മഹത്വം, സാദാത്തുക്കളുടെ മഹത്വം, സയ്യിദുകളുടെയും സയ്യിദാത്തുകളുടെയും മഹത്വം. സയ്യിദ് എന്ന താങ്കൾ നമ്മുടെ നാടൻ ഭാഷയിൽ വന്ന സയ്യിദത്ത് എന്നാൽ ബീവി, ആരുടെയും നമ്മൾ മഹത്വം നമ്മൾ കുറക്കണ്ട. അതൊക്കെ അവിടെ നിലനിന്നോട്ടെ. പക്ഷേ അള്ളാഹുവിന്റെ മഹത്വം കുറക്കുന്നത് നോക്കി നിൽക്കാൻ പാടില്ല. ഒരു മുഅ്മിൻ അത് പറ്റില്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് ഏറ്റവും സ്നേഹമുള്ളവരാണ്. നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ആളെ മറ്റുള്ളവർ എടുത്ത് കല്ലെറിയുകയും ചീത്ത പറയുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ, ഞാൻ ആ പോയിന്റ് വിടില്ല, അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. നമ്മുടെ റബ്ബിനെ പറ്റിയാണ് ഇല്ലാത്തത് പറയുന്നത്, പടച്ചവനിലേക്കാണ് ഇല്ലാത്തത് ഉയർത്തി പറയുന്നത്. ഈ മഹാന്മാരുടെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ അള്ളാഹുവിന്റെ സ്ഥാനം ഇങ്ങനെ താഴ ചെയ്യുന്നത് അതിനനുവദിച്ചുകൂടാ. ബഹുദൈവ ആരാധകരായ ആളുകൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല, അള്ളാഹുവിന്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. അവര് പരമാവധി ഒരു ജഡ്ജിയെ പോലെ, പള്ളിവാസലിനെ പോലെ, പള്ളിവാസൽ കരണ്ടെടുക്കുന്ന സ്ഥലം നേരിട്ട് ബൾബിലേക്ക് വയറ് കൊടുത്താൽ ബൾബ് ഫീസാവും. അതേപോലെ പഠിച്ചവനോട് നേരിട്ട് പറഞ്ഞാൽ ആളുടെ കാര്യം കാറ്റായി പോകുന്നു, കാര്യാവും. ഇപ്പൊ നേരെ 10 പറഞ്ഞ വിറച്ച് ചത്തു പോകുന്നത് പോലെ ചത്താണ് പോകുന്നത്. പഠിച്ചവനോട് നേരിട്ട് സംസാരിച്ചാലേ പള്ളിവാസലിനോട് അവതാരിക്കണം, കോടതിയിലെ ജഡ്ജിയോടാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടാണ്. ഈ 3 ഉദാഹരണവും അള്ളാഹുവിനോട് യോജിക്കൂല. അള്ളാഹുവിനെ പറഞ്ഞു, ഫലാ തുദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിനെ നിങ്ങൾ ഉദാഹരണം പറയുന്നത്, നിങ്ങൾ ഏതൊന്നിനോട് അള്ളാഹു തആലയെ ഉദാഹരിച്ചാലും അള്ളാഹു അതിൽ നിന്ന് അത്യുന്നതനാണ്, അവൻ ഉയർന്നു നിൽക്കുകയാണ്. സുബ്ഹാനഹു
വതആല അമ്മാ യുശ്രികൂൻ. ആയത്തുകൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഓതാ. സുബ്ഹാനഹു, അല്ലാഹു പരിശുദ്ധനാകുന്നു. വതആല, അവൻ അത്യുന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നത്. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ, അവരെ വിശേഷിപ്പിക്കുന്ന ഇതിൽ നിന്നെല്ലാം അല്ലാഹു തആല പരിശുദ്ധനാണ്. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലൂവൻ കബീറാ, അവർ ജൽപ്പിക്കുന്ന പറയുന്നതിൽ നിന്ന് അല്ലാഹു എല്ലാ നിലക്കും അത്യുന്നതനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അല്ലാഹു അത്യുന്നതനാണ്. ആ അത്യുന്നതിയിൽ നിന്ന് അവന്റെ സ്ഥാനത്ത് ഇകഴ്ത്തുന്നതാണ് അവരെ പങ്കുചേർക്കുന്ന പ്രവണത. നാട്ടിൽ മുഴുവൻ ആ പ്രവണതയുമായിട്ടാണ് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല വേഷഭൂഷാദികളൊക്കെ നിങ്ങൾക്ക് കാണും, ശുഭ്രമായ വസ്ത്രവും കാണും, പക്ഷേ ഹൃദയത്തിനകത്ത് കറുപ്പാണ്. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച ബഹുദൈവ ആരാധകരായ ആളുകൾ റസൂലുള്ളാഹിയുടെ ശത്രുക്കൾ, എതിരാളികൾ. വിശുദ്ധ ഖുർആൻ പറയാണ്, 7 ആകാശങ്ങളും അതിലടങ്ങിയ വസ്തുക്കളും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ് അല്ലാഹുവാണ്. അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നല്ല ശ്രദ്ധിക്കണം. ഈ ഭൂമി ലിമനിൽ അർളു വമൻ ഫീഹാ, ഈ ഭൂമി ആർക്കുള്ളതാണ്, ആ ഭൂമിയിലുള്ളതും ആരുടേതാണ് എന്ന് ചോദിച്ചപ്പോൾ മക്കായിലെ ബഹുദൈവ ആരാധകരായ മുശ്രിക്കുകളായ ആളുകൾ, അബൂജഹൽ, മുത്തുമത്തും ഷൈബത്തും വലീദും അടക്കമുള്ളവർ പറഞ്ഞത് ഭൂമിയും അടങ്ങിയ സർഗല വസ്തുക്കളും അള്ളാഹുവിനുള്ളതാണ്. ശ്രദ്ധിക്കണം, ബഹുദൈവ ആരാധകർ. അപ്പൊ അടുത്ത ചോദ്യം, ആരാണ് ആകാശ ഉപരിഭാഗത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത്? ആ മഴ മുഖേന ഉണങ്ങിക്കിടന്നിരുന്ന പ്രദേശത്തെ ചലനാത്മകമാക്കിയത് ആരാണ്? അത് മുഖേന സസ്യങ്ങളും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? ആ ബഹുദൈവ ആരാധകർ പറയുകയാണ് അല്ലാഹുവാണ്. അപ്പൊ ലാത്ത, അതൊന്നും ലാത്ത ചെയ്യൂല. ഉസ്സ, മനാത്ത്, ഹുബുൽ, വദ്ദ്, സുവാഅ്, യഗൂത്ത്, നസ്ർ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, നോഹ് നബി, ദാവൂദ് നബി അടക്കമുള്ള പ്രവാചകന്മാർ അവരൊന്നും അത് ചെയ്യൂല. അതിനൊന്നുള്ള കഴിവ് അവർക്കില്ല. നബി ഒന്ന് ചോദിക്കും, മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. ശരി, മക്കായിലെ ബഹുദൈവ ആരാധകരെ, ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ഹുബിനെയും വിളിച്ചു നേടുന്നവരെ, വദ്ദിനെയും സുവാഇനെയും യഊദിനെയും യൗബിനെയും നസ്റിനെയും വിളിച്ച് സഹായം തേടുന്ന ഇറാഖിലെ ബഹുദൈവ ആരാധകരെ, മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ്? മലകൂത്ത് കുല്ലി ശൈഇൻ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും നിയന്ത്രണം, കുല്ലി ശൈ, പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള സകലതിന്റെയും നിയന്ത്രണം, അവയുടെ ഉത്പാദനം, അവയുടെ നാശം, അവയുടെ നിലനിൽപ്പ്, അവയുടെ ചലനം, ഇതൊക്കെ ആരുടെ നിയന്ത്രണമാണ്? ആരുടെ ഉദ്ദേശത്തിലാണ്? ആരുടെ കഴിവനുസരിച്ചാണ്? ആരുടെ തീരുമാനമനുസരിച്ചാണ്? അവർ പറയാണ് സയഖൂലൂന ലില്ലാഹ്, അവർ പറയാണ് അല്ലാഹുവിനാണ് സകലത്തിന്റെയും നിയന്ത്രണം. നമ്മളൊരു വിരത്തുമ്പ് ധരിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവാണ്. ഒരു സസ്യം ചലിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവാണ്. പരമാണുവിന്റെ അകത്തുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് പോലും അല്ലാഹുവാണ്. ബഹുദൈവ ആരാധകർ പറയാം. പക്ഷേ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, പ്രവാചകന്റെ ശത്രുക്കളാണ്, ഖുർആനിന്റെ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ എതിർ ശരിയുന്നവരാണ്. അവരുമായിട്ടാണ് ബദറും ഉഹദും ഖന്തഖും ഹുനൈനും ഉണ്ടായത്. ഇത്രത്തോളം അംഗീകരിക്കുന്ന സമുദായം വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ. എന്താ പറഞ്ഞത് അറിയോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആൻ ചോദിക്കുക, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കടലിൽ ഇങ്ങനെ, അന്നത്തെ പായക്കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ, ശക്തമായ തിരമാലകൾ അല്ലെങ്കിൽ ഭയങ്കരമായ കാറ്റും കോളും വന്നപ്പോൾ കപ്പൽ ആടി വിളിയുന്നു. സ്വാഭാവികമായും കപ്പൽ താഴ്ന്നു പോകുമോ, മുങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നു. ആ സമയത്ത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ബഹുദൈവ ആരാധകർ കടുത്ത അബൂദഹലുണ്ടെങ്കിലും ഉത്തുബത്തും ശൈബത്തും ഉണ്ടെങ്കിലും അവരെല്ലാം ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാക്കുന്നു. ജഅലൂ യദ്ഊനല്ലാഹ വയവഖിദൂനഹു തഫ്സീർ പറഞ്ഞു. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. പോരാ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു.
ലാത്തയില്ല, ഉസ്സയില്ല, മനാത്തില്ല, ഹുബലില്ല, ആരുമില്ല. കാരണം ഇത്ര നിർണായകമായ ഘട്ടത്തിൽ ആരാർക്കും നമ്മുടെ സഹയാത്രികൾക്കും സഹജീവികൾക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല. ബദ്ദിനും സുമാമിനും സാധ്യമല്ല, ലാത്തക്കും ഉസ്സക്കും സാധ്യമല്ല, ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും സാധ്യമല്ല. ഈ കടലിന്റെ അകത്തളത്തിൽ നിന്ന് മധ്യത്തിൽ നിന്ന് അപകടം കൂടാതെ നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമേ സാധ്യമുള്ളൂ എന്ന് കരുതി അല്ലാഹുവിനെ മാത്രം സമർപ്പണാക്കിക്കൊണ്ട് അവർ പടച്ചവനോട് പ്രാർത്ഥിക്കും. എന്നിട്ടും നമ്മുടെ കൂടെ കൂട്ടിയില്ല. അതാ പ്രശ്നം. ഇന്നത്തെ ഇവിടെ കൂടെ കൂട്ടിയില്ല. മാത്രമാണോ ബദർ യുദ്ധത്തിന് വേണ്ടി പോവുക അബൂജഹലും കൂട്ടരും. അബൂജഹലും മുതുബത്തും ഷൈബത്തും വലീദും മക്കായിലെ തൊമ്പുള്ള സകല മുശ്രിക്കുകളും 1000-ഓളം വരുന്ന ആയുധസജ്ജരായ ആളുകൾ, എല്ലാ ഗർവവും അവർക്കുണ്ട്. മുഹമ്മദ് നബിയുടെ കൂടെ 300 ചില്ലാന സഹാബികൾ. എത്ര എണ്ണുണ്ടെന്ന് അവർക്കറിയില്ല. അവർ സാധുക്കളാണ്, നിരായുധരാണ്, ആയുധമല്ല. ആ നിരായുധരായ സാധുക്കളായ ആളുകളേറ്റാണ് സർവവിധ സജ്ജരായ ഇവർ നേരിടാൻ പോകുന്നത്. 3 ഇരട്ടി അംഗബലമുള്ള, പക്ഷേ യുദ്ധമാണല്ലോ, സംഘട്ടനമാണല്ലോ, അന്ത്യം എങ്ങനെയാണ് സംഭവിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് തവക്കുൽ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, യുദ്ധത്തിൽ വിജയിക്കാൻ. ആരോടാ പ്രാർത്ഥിച്ചത്? ലാത്ത, ഉസ്സ, മനാത്ത്, ഹുബൽ തുടങ്ങിയ 360 പരം വിഗ്രഹങ്ങൾ പരിശുദ്ധമായ കഅബയിലുണ്ട്. ആ 360 പരം മരിച്ചുപോയ മഹാന്മാരായ വ്യക്തിത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണവ. അവയോട് പ്രാർത്ഥിക്കുന്നത് അവ പ്രതിനിധാനം ചെയ്യുന്ന മഹാന്മാർ കേട്ട് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെയാണ്. പക്ഷേ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ അബൂജഹലും മുതുബത്തും ഷൈബത്തും ഒരു പരീക്ഷണത്തിന് നിന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടല്ലോ, അവർ കഅബയിൽ വന്നു. ജാഹിലിയ കാലത്ത് അവർ ചെയ്യുന്നത് പോലെ കഅബ തവാഫ് ചെയ്തു. കഅബ തവാഫ് ചെയ്തിട്ട് കഅബയിൽ വിരിച്ചിരുന്ന ചിത്തിൽ ആ വിരി ചില്ലാന്നറിയപ്പെടുന്നത് അത് പിടിച്ചു. നേരിട്ട് കിട്ടാത്തവർ പിടിച്ചവരെ പിടിച്ചിട്ട് 1000-ഓളം ആണും പെണ്ണും അവിടെ കൂടി. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, ഈ അതിപുരാതനമായ വിശുദ്ധമായ ഭവനത്തിന്റെ നാഥ, ശ്രദ്ധിക്കണം, അബൂജഹൽ ഉത്ബത്ത് ചെയ്തു, ഞങ്ങൾ 2 വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, യുദ്ധത്തിന് പോവുകയാണ്, സംഘട്ടനത്തിന് പോവുകയാണ്. ഒന്ന് നിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ആദർശങ്ങളെ പരമ്പരാഗതമായി സംരക്ഷിച്ചും ആചരിച്ചും വരുന്ന ഞങ്ങളാണ്. ശ്രദ്ധിക്കണം, അവിടെ വാറും നോക്കണം. രണ്ടാമത്തത് പുതിയതായിട്ടുള്ള പുത്തൻ പ്രസ്ഥാനവുമായിട്ട് വന്നിട്ടുള്ള മുഹമ്മദിന്റെ ആദർശമാണ്. മക്കയുടെ പാരമ്പര്യത്തെയും മക്കയിലെ നേതാക്കന്മാരെയും ആക്ഷേപിച്ച് പറയുന്ന, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്തി പറയുന്ന, മക്കയിലുണ്ടായിരുന്ന ഐക്യം നിലനിർത്ത മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളുമാണ്. അതുകൊണ്ട് അതിൽ സത്യത്തിന്റെ വക്താക്കൾ ആരാണെന്ന് നിനക്കറിയാം, അവരെ നീ വിജയിപ്പിക്കണമേ എന്ന് അബൂജഹലും മുതുബത്തും ഷൈബത്തും പ്രാർത്ഥിക്കുകയാണ്. കഅബയിൽ വന്നിട്ട് കഅബയിലെ ലാത്ത വാതിലുകൾ തുറന്നാൽ മനാത്തിന്റെ ഹുബലിന്റെ പുറത്ത് ആദ്യം കാണാം. ഹുബൽ അവരുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അബൂ സുഫിയാൻ വിളിച്ചിരുന്നത് ലനാ ഹുബല ലാ ഹുബല ലക്കും, ഞങ്ങൾക്ക് ഹുബലുണ്ടെങ്കിൽ ഹുബലില്ലല്ലോ. അത്ര പ്രഗത്ഭനായ ആളാ. പക്ഷെ പ്രാർത്ഥിച്ചില്ല. യുദ്ധത്തിന് പോകുമ്പോൾ മൊയ്‌കുട്ടിയെന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മലബാറിലെ ഗായകൻ. അദ്ദേഹം ബദർ ദിവസം പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിലെ ആ സംഭവം പാട്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് എന്റെ രീതിയിൽ പാടാം. എനിക്ക് യേശുദാസിന്റെ രീതിയൊന്നും അറിയില്ല. അപ്പൊ പുതിയ രീതികൾ വന്നിട്ടുണ്ട്. അബൂജഹലും മുതുബത്തും ഷൈബത്തും പറഞ്ഞതാണെന്ന് ഓർമ്മ വേണം. എന്താണെന്നറിയോ? ഇറങ്ങോനേഹാദൽ ബൈത്തുബനായ ജഹത്തോട് ബാത്തിൽ രണ്ട് ഇടയീത്തീരുത്തരുളീടുന്നീന്തരിനം തനിലെ നമതിരുഭാഗം നിൽക്കുവതിൽ ഒരു കൂട്ടം ഹക്കുളയോ അവരാരുമക്കറിയാം അവരുടെ ഇതിൽ തീരുത്തിസരാശികത്താക്കിയ നീ പരനേ രണ്ടാലൊരു ദീനിനെ പോലീശയാക്കി നിദാനികൾ കാത്തുകൾ പത്താഹെ താമസം ചെയ്തിടറുത്തരം നൽകുക നീ ഇരവിനുഹാക്കി മേസത്തരാൽ അകലാക്കുനി നസുറാൽ ഫതഹാക്കുനി പതുറാൽ അവരുഹ പട്ടാങ്ങിമാണിമവൻ ബഹൂലാക്കിലെ സത്യമാം. അവർ ദുആ പഠിച്ചു സ്വീകരിച്ചു. കഅബയുടെ നാഥനെ വെച്ചിട്ട് തന്നെ പ്രാർത്ഥിച്ചിരിക്കണേ.
അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളെ വിജയിപ്പിക്കുന്നു പ്രാർത്ഥിച്ചില്ല സാധുക്കള്. ഞങ്ങളെ സത്യത്തിന്റെ ആളുകളെന്ന് കരുതി സത്യത്തിന്റെ ആളുകളെ ഇതിൽ വിജയിപ്പിക്കണമെന്ന് അത് അല്ലാഹു തആല ചെയ്യുകയും ചെയ്തു. ഈ പ്രാർത്ഥന ആളുകളെ നമ്മൾ കേട്ടാൽ തോന്നുന്ന മുഹമ്മദ് നബിയും അബൂബക്കറും ഉസ്മാനും അലിയും ഒക്കെ പാടെ പ്രാർത്ഥിച്ചിരിക്കുന്നതാണ്. ആ ജാതി നിഷ്കളങ്കമായ തൗഹീദിന്റെ പ്രാർത്ഥന. എന്നിട്ട് അവർ മുസ്ലിങ്ങളായോ? അവർ കൊല്ലപ്പെട്ടവർ മുസ്ലിങ്ങളായോ? ഇല്ല. മുസ്ലിങ്ങളുടെ ഏറ്റുമുട്ടല വന്നു. അതേസമയത്ത് 983 കൊട്ടപ്പുറത്ത് വാദപ്രതിവാദമുണ്ടായി സുന്നി മുജാഹിദ്. പിന്നെ അന്ന് വിഭജിക്കപ്പെടാത്ത സമസ്തയും വിഭജിക്കപ്പെടാത്ത മുജാഹിദുകളും നല്ലവരൊക്കെ ഒരുമിച്ച് കൂടി കാലഘട്ടം. അതൊരു യുദ്ധമാണല്ല, ആദർശ യുദ്ധം. സംഘടനമാണ്, ലോകം മുഴുവൻ അറിയും. മാനഹാനിയാണ്, പ്രയാസമാണ്, വിഷമാണ്. പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد ظهروا علينا وإن أرادوا فتنة آتينا. നമ്മളതാ പാടിയത് CP മുസ്ലിം. നമ്മളാ പാട്ട് ആദ്യം പാടിയതല്ല, മൊയ്ലിയർ പാടിയപ്പോ പകരം പാടിയാണ്. മൊയ്ലിയർ എന്താ പാടിയത്? ബദറാണെന്ന് വിചാരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ മുജാഹിദ് സുന്നി ബദർ നടക്കുക. പണ്ടത്തെ ബദറിനേക്കാൾ ഗംഭീര. കാരണം പണ്ടത്തെ ബദർ നമ്മൾ 3-1 കൊട്ടപ്പുറത്ത് നമ്മൾ 3 പോയിട്ട് 10-1. കാരണം നമ്മളിത് രഹസ്യമായിട്ട് കൊണ്ടുനടന്നു. നമുക്കെപ്പോഴും രഹസ്യ. മറ്റൊരു ലോകം മുഴുവൻ പരസ്യപ്പെടുത്തി ജനബാഹുല്യം വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തെ നേരിടാൻ ഇന്നിപ്പോൾ സമ്മേളനം നടത്തുന്ന AP അബൂബക്കർ മുസ്ലിയാർ വിഷയാവതരണം നടത്തിയിട്ട് അയാൾ പ്രാർത്ഥിച്ചത് എങ്ങനെയറിയോ? അബൂജഹൽ പ്രാർത്ഥിച്ചത് ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ, ഈ പരിശുദ്ധമായ കഅബയുടെ നാഥനെ. അല്ലാഹുവേ. എന്നാ മുസ്ലിയാർ പ്രാർത്ഥിച്ചത് എന്താറിയാം? യാ സയ്യിദി സനദി റൗസി വയാ മദദി കുല്ലി റബീറനൽ അദാഇ ബിൽ മദദി മുജീറ റസി വഖുദ് ബിയദി മദാ മദദി ഖലീഫത്തുല്ലാഹി ഫീനാ മുഹയ്യദ്ദീൻ. പിന്നെ യാ മുഹയ്യദ്ദീൻ അങ്ങനെ വിളിക്കരുത്. യാ സയ്യിദി, എന്റെ നേതാവേ, സനദി, എന്റെ അവലംബമേ. നമ്മളൊരു വസ്തു, ഭാരമുള്ളൊരു വസ്തു നമുക്ക് വഹിക്കാൻ കഴിയാതെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചാരി വെക്കുന്നതിന് സനദ്. അങ്ങനെയുള്ള നേതാവേ. ഔസി, എന്റെ ശരണമേ. വയാ മദദി, എന്റെ സഹായമേ. കുല്ലി റഹീറൻ അനൽ അഅദാഇ ബിൽ മദദി. ഇതാ ശത്രുക്കളായ മുജാഹിദുകൾക്കെതിരെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കുല്ലി എന്ന് എനിക്ക് സഹായിയാകണേ. ഞാനല്ലേ വിഷയം അവതരിപ്പിക്കുന്നത്. എനിക്ക് സഹായമാകണമേ. മുജീറ റസി, എന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന നേതാവേ. എന്റെ കൈപിടിച്ച് എന്നെ രക്ഷപ്പെടുത്തണമേ. അറ്റമില്ലാത്ത ആളുകളിലേക്ക് ഊർന്നിറങ്ങുന്ന എനിക്ക് ആശ്വാസം പകരണമേ. എന്റെ കൈപിടിച്ച് എന്നെ രക്ഷപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും വേണ്ടി അല്ലാഹുവിന്റെ പ്രതിനിധിയായി നിലകൊള്ളുന്ന വഹീദ് ശേഖേ. എന്നാൽ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് 6000 കിലോമീറ്റർ അപ്പുറത്ത് 6 അടി മണ്ണിൽ കിടക്കുന്ന വഹീദ് ശേഖിനോടാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി വന്ന ആളുകൾ കൊട്ടപ്പുറത്ത് ഇസ്തിഗ്ഹാസ നടത്തിയത്. അബൂജഹലും മുത്തബത്തും ശൈബത്തും ആ സന്ദർഭത്തിലെങ്കിലും പ്രാർത്ഥിച്ചത് അല്ലാഹുവോടാണ്. ആരാ ലക്ഷ്യം? ആരാ ഗുണം? അല്ലാഹുവിന്റെ അടുക്കൽ വിലമതിക്കുന്നത്. നമ്മളാർക്കാ വിലമതിപ്പ് കണക്കാക്കുന്നത്? തീർച്ചയായും ഞാനിത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു ഹരത്തിന് വേണ്ടിയല്ല, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. വളരെ അപകടമാണ്. മായുമിന് അക്സറവുമില്ല ഇന്നവഹും മുശ്രിക്കും. അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവന് ശിർക്ക് ചെയ്തുകൊണ്ട് വിശ്വസിക്കുന്നു. അത് ഇല്ലായ്മ ചെയ്യണം. അതാ വിശ്വാസരംഗത്തുള്ള നമ്മുടെ നവോത്ഥാനം. പിന്നെ അതങ്ങോട്ട് കർമ്മരംഗത്തേക്കും അനുഷ്ഠാന രംഗത്തേക്കും ആചാരരംഗത്തേക്ക് കടന്ന ധാരാളമുണ്ട്. അപ്പോൾ ഈ നവോത്ഥാനം നമ്മുടെ വിശ്വാസരംഗത്ത് ശരിയായാൽ പിന്നെ അത് കർമ്മരംഗത്തേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കും. വളരെ സ്വാധീനമാണ്. വിശ്വാസത്തിനുണ്ട്. തൗഹീദ് അംഗീകരിച്ച വ്യക്തി ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന എല്ലാ ആശയങ്ങളും മറ്റുള്ളവരാ വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ ആദ്യ തൗഹീദ് അംഗീകരിച്ചാൽ ബാക്കി വിഷയങ്ങളൊക്കെ അംഗീകരിക്കും.
അതിനങ്ങനെ ഒരു ഗുണമുണ്ട്, പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അവിടെ നിന്ന് തുടങ്ങിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജദ്ദിദു ഈമാനക്കും, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് പറയും, ഈമാൻ പുതുക്കണം, ഈമാനിനെ നവോത്ഥാനത്തിന് വിധേയമാക്കണം. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്. അബദ്ധം വരാം, തൗഹീദിനെ വ്യതിചലിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, തഖൂം ശഅ ഹത്താ തൽഹഖ ഖബായില മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷമാളുകളും ബഹുദൈവ ആരാധകരുമായി മാനസികമായി ഐക്യപ്പെടുന്നതുവരെ അന്ത്യനാൾ ഉണ്ടാവുകയില്ല. അന്ത്യനാൾ സംഭവിക്കുമ്പോഴേക്ക് ശിർക്കിന്റെ വിഷയത്തിൽ മാനസികമായി രണ്ടൂട്ടിനും പൊരുത്തത്തിലായിരിക്കും. വലാ തഖൂമു الساعة حتى تعبد قبائل من أمتي الأوثان, എന്റെ ഉമ്മത്തിൽപ്പെട്ട നല്ലൊരു സംഘം വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ വരുന്നതുവരെ ഖിയാം സംഭവിക്കില്ല. ഞാൻ പ്രസംഗിക്കാനല്ല, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ എന്താ പറയാമെന്നറിയോ? ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊരു കുഴപ്പമുണ്ടാവില്ല, ആ വ്യക്തിയിൽ പിന്നെ ഒരു പ്രശ്നമില്ല, അവൻ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ മദീന. മഹാനായ ഇമാം ഫരീദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചോദിക്കാൻ ഗുലാം, ഓ കുട്ടി, അദ്ദേഹത്തിന്റെ മകനെയല്ല വിളിച്ചത്, ഇസ്ലാമിന്റെ ഓരോ വ്യക്തിയെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, ദഅവത്ത് നടത്തുകയാണ്. അതവന്റെ ഹൃദയസ്ഥർക്കാകണം, ഹൃദയത്തിൽ സ്വാധീനിക്കണം, അതിന് അഭിസംബോധന മനോഹരമാക്കുകയാണ്. മഹാനായ ശേഖരോട്, യാ ഗുലാം, എന്റെ പൊന്നുമോനെ, അലമുവൻ ബനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മക്കൾ ആണും പെണ്ണും, കൈഫ തഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിശുദ്ധമായ തൗഹീദിന്റെ വചനം നീ എങ്ങനെ പറയും? നീ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. വഫീ ഖൽബിക കം മിൻ ഇലാഹി, നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകൾ. ശ്രദ്ധിച്ചു നോക്ക്, അങ്ങനെ ഉണ്ടാവും. മുസ്ലിംമാർ പറയാൻ ഉണ്ടാവില്ല, വൈദികർ പറയാൻ ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളുകൊണ്ട് പറഞ്ഞാലും ഹൃദയത്തിൽ അതിന് വിരുദ്ധമായ വിശ്വാസം ഉണ്ടാവും. വഫീ ഖൽബിക കം മിൻ ഇലാഹ്, എന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന് പുറമെ എത്ര എത്ര ഇലാഹുകൾ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് അത് പൂർണ്ണമായി തൊഴിലറിയാതെ നാവുകൊണ്ട് തൗഹീദിന്റെ വാചകം ഉച്ചരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെയാണ് മുസ്ലിം സമുദായം എന്ന നിലക്ക് അവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാനുണ്ടെന്നാ? വൈദികർ എഴുതിരുന്നോ? വൈദികർ ചോദിച്ചില്ലേ? നമ്മൾ ചോദിക്കണം. ചോദിക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള അർഹതയും നമ്മൾ നേടണം. അപ്പൊ സംശയം, പടച്ചതമ്പുരാനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയില്ലെന്ന് പറയുന്ന ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാകുമോ, ഇലാഹുകൾ ഉണ്ടാകുമോ? ഉണ്ട്. ഒരിനിശ്ചയത്ത് പറയാം, നീ വിചാരിച്ച ആ വിഗ്രഹമല്ല. ലാത്തയും ഉസ്സയും മനാത്തും വേണമെന്നില്ല, പത്തും സുവാവും യവോക്കും വേണമെന്നില്ല, യേശുവും കന്യാമറിയും വേണമെന്നില്ല, ശ്രീരാമനും ഗുരുവായൂരപ്പനും വേണമെന്നില്ല. അല്ലാഹുവിന് പുറമെ നിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ടുപോയി സമർപ്പിക്കുന്ന സകലതും അങ്ങനെ നീ സമർപ്പിക്കുമ്പോൾ അതിന് പരിഹാരം അവിടെ നിന്ന് കിട്ടുമെന്ന് നീ ഉറപ്പിക്കുന്ന സകല കേന്ദ്രങ്ങളും, സകല മഖാമുകളും, സകല ദർഗകളും, സകല ഇടകളും, സകല നൂറുകളും, സകല ഏസുകളും എന്താണോ, കൊടിയാണോ, മരമാണോ, ഭസ്മമാണോ, എണ്ണയാണോ, വെണ്ണയാണോ, എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളെ സമർപ്പിച്ചാൽ ഇതിന് പരിഹാരം കിട്ടും എന്ന് നീ കരുതുന്ന സകല കേന്ദ്രങ്ങളും സഹുവസ്വാനമുക്ക, അതൊക്കെ നിന്റെ വിഗ്രഹമാണ്. നിങ്ങൾ വിചാരിക്കുക അങ്ങനെ എത്ര വിഗ്രഹമുണ്ട്? നിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയി അവതരിപ്പിച്ചാൽ, പറഞ്ഞാൽ അവിടെ നിന്ന് അതിന് പരിഹാരം കിട്ടുമെന്ന് നീ വിചാരിക്കുന്ന എത്ര കേന്ദ്രങ്ങളുണ്ട്? കേരളം മാത്രം അടക്കി 100 കണക്കിന് കേന്ദ്രങ്ങളുണ്ട്. ആളുകൾ സർവസ്വം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ ഫലമേൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഇതിന് പരിഹാരം കിട്ടുമെന്ന് പറയും, വിചാരിക്കുന്നു. ഒരു വാഹനം വാങ്ങിയാൽ ആദ്യം അവിടെ കൊണ്ടുപോയി ആ ശീല അതിന്റെ മുകളിൽ ജാറം മൂടുന്നു. അതോടുകൂടി ആ വാഹനത്തിന് ഇനി അപകടമുണ്ടാവില്ലെന്ന് അയാൾ ഉറപ്പിക്കുന്നു. അങ്ങനെ ഓരോ സംഗതിയും ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു, അത് നേർച്ചയാക്കുന്നു, ആടുകളെയും മൃഗങ്ങളെയും നേർച്ചയാക്കുന്നു, എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകല്ല. അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും കേന്ദ്രം അല്ലാഹുവിന് പുറമെ നിൽക്കുണ്ടോ? നമുക്ക് അത് നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന് പുറമെയുള്ള വിഗ്രഹമാണ്. ഇങ്ങനെയുള്ള അനേക വിഗ്രഹം നിന്റെ മനസ്സിൽ സ്ഥാപിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനയില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിൽ, മനസ്സിനകത്ത് ഒരു പള്ളി ഉണ്ടാക്കണം. പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് കുട്ടി.
മുഹീദ് ശൈഖ് പറയാം, വഖാല തബാറക വതആല, അനുഗ്രഹപൂർണ്ണനും അത്യുന്നതനുമായ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹു എന്നുള്ളതാണ് പള്ളികൾ മുഴുവൻ, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ മറ്റാരോട് ദുആ ചെയ്യരുത്. അത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പള്ളി, ആ പള്ളി നിന്റെ മനസ്സിലാദ്യം വരട്ടെ. എന്താ അർത്ഥം? അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന മനസ്സുണ്ടാവട്ടെ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വലാ യൻഫഉക ഈമാനുൽ ലിസാനി, നാവ് കൊണ്ടുള്ള നിന്റെ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രചരണമായ പ്രചാരണം പ്രഖ്യാപനം പറച്ച് നിനക്ക് ഉപകാരപ്പെടില്ല പോലെ മഅശ്ശിർക്ക് ഖൽബി, നിന്റെ ഹൃദയത്തിൽ ശിർക്കാണ്, നിന്റെ മനസ്സിൽ ബഹുദൈവ ആരാധനയാണ്, ബഹുദൈവ വിശ്വാസമാണ്, ബഹുകേന്ദ്രങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള അബദ്ധത്തിലാണ് മുസ്ലിം നാമധാരികൾ, മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ പെട്ടുപോയിട്ടുള്ളത്. മോചിപ്പിക്കണമോ? നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? മുഹീദ് ശൈഖ് കണ്ടിട്ട് വെറുതെ ഇല്ല. മഹാനായ ഇമാം ഫാത്തിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കം സറാ, എത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. മിൻ മഫാസിദ, ഫസാദുകൾ, കുഴപ്പങ്ങൾ, വലിയ വലിയ കുഴപ്പങ്ങൾ മതത്തിന്, അല്ലാഹുവിന്റെ ദീനിന്. ആ ഫസാദുകൾ ഓർത്തുകൊണ്ട് ഇസ്ലാം പിന്തുകയാണ്, ഇസ്ലാം കരയുകയാണ്, ഇസ്ലാം വേദനിക്കുന്നു, ഇസ്ലാമിന്റെ ഹൃദയം വേദനിക്കുന്നു, തുടിക്കുന്ന ഹൃദയത്തോടെ ഇസ്ലാം വിതുമ്പോയാണ്. എന്ത് കാരണമാണ് ഉണ്ടായതെന്ന് നബിയത്തിൽ കൊണ്ടുപോയി കബറുകൾ ജാതങ്ങളാക്കി പടുത്തു നിർത്തുക, അവരെ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ അതൊക്കെ ഉണ്ടാക്കുന്നതിനും കെട്ടിടങ്ങൾക്ക് നിർമ്മിക്കുക, അതുപോലെയുള്ള കാരണത്താൽ എത്രയെത്ര ഫസാദുകളാണ് ഇസ്ലാമിനുണ്ടാകുന്നത്. ഇസ്ലാം അതോർത്ത് കരയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാം, ഈ അപകടകരമായ പ്രയച്ചകരമായ കുഫറിന് സമുദായത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിനേക്കാൾ എന്ത് നല്ല സേവനമാണ് നിർവഹിക്കുവാനുള്ളത്. ലോകത്ത് ദീൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതനെയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെയോ ഇസ്ലാമിന്റെ നിയമ സംഹിതയനുസരിച്ച് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെയോ നേതാക്കളെയോ ഈ തിന്മ തടയുന്നതിന് വേണ്ടി ഞാൻ കാണുന്നില്ലല്ലോ എന്ന് മഹാനായ പണ്ഡിതൻ പരിഭവിക്കുന്നു. അതാണ് വേണ്ടത്. നമുക്കങ്ങനെ ഒരു പരിഭവം ഉണ്ടായോ? നമുക്കങ്ങനെ വേദന ഉണ്ടായോ? അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിന് ഇത്തരമേൽ പോരേൽക്കുമ്പോൾ, ആറടി മണ്ണിൽ അതിനെ പൊടിച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ല. എന്താ പ്രയാസം ഉണ്ടാകാത്തറിയാം? അതിലേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ അതിർത്തി, അവരുടെ പ്രത്യേകമായ നോട്ടം, സമൂഹത്തിൽ അംഗമായി ചേർക്കാതിരിക്കൽ, കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങാതിരിക്കൽ, അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴുണ്ട്. എന്റെയൊക്കെ നാട്ടില് എന്നോട് അങ്ങേയറ്റത്തെ സ്നേഹമായിട്ടുണ്ടായിരുന്ന ആളുകൾ 25 വർഷമായിട്ട് സംസാരിക്കില്ല, സലാം പറയില്ല. നമ്മൾ ഈ ആൾക്കാർ മാത്രം. ഒരു കുഴപ്പം ചെയ്തിട്ടില്ലെന്ന് അവർക്കറിയാം. എന്നെപ്പറ്റി അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ സംസാരിക്കേണ്ട കാരണം നമ്മൾ ഈ ആദർശം തുറന്നു പറയുന്നതുകൊണ്ട്. പറയാതിരുന്നാൽ തന്നെ അവർക്ക് ആശ്വാസം. പറയാത്ത നമ്മുടെ ആളുകളോടൊക്കെ അവർ സംസാരിക്കാറുണ്ട്, പറയുന്ന കാരണത്താൽ. അത് വിചാരിച്ചിട്ട് എനിക്ക് നിങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. പല ഭാഗത്തും ജനങ്ങളുടെ അതിർത്തി വിചാരിച്ചിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ജനങ്ങളുടെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഒരാളൊരു നയം സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ജനങ്ങളുടെ തൃപ്തി ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ തൃപ്തിയും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ തൃപ്തി കാണിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും, ജനങ്ങളുടെ തൃപ്തി അയാൾക്ക് വേണ്ടി അള്ളാഹുവിനെ ഉണ്ടാക്കി കൊടുക്കും. അത് കണിഷ്ഠതയാണ് സുഹൃത്തുക്കളെ. ജനങ്ങളിൽ നമ്മളൊരു വെറുപ്പുണ്ടാകുമോ, അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാതെയാകോ, അവരുടെ നിലവിലുള്ള വിശ്വാസത്തെയും ആചാരത്തെയും അല്ലേ നമ്മൾ ചോദ്യം ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇത് പ്രഖ്യാപിക്കാതെയും പരസ്യപ്പെടുത്താതെയും ഇരുന്നാൽ ജീവിക്കാനുള്ള വകയായി ശുദ്ധമായ ആദർശം നമുക്ക് കിട്ടി, ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയാൽ കടുത്ത ശിക്ഷ ഇഹത്തിന് പലത്തിലവുമുണ്ടാകും. കടുത്ത ശിക്ഷ. അപ്പൊ ഇത് പ്രചരിപ്പിക്കണം, നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഇതിന് നല്ല ശക്തിയാണ്. നിങ്ങൾ വിചാരിച്ച രീതിയല്ലത്. അള്ളാഹുവിന്റെ ഏകത്വം നമ്മൾ പറയുന്നത് അവന്റെ നിഷിദ്ധ വചനങ്ങൾ പാരായണം ചെയ്തിട്ടാണ്. അത് മനുഷ്യ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും, അവിടെ ശക്തമായ വിപ്ലവം ഉണ്ടാക്കും.
വമ്പിച്ച പരിവർത്തനങ്ങളുണ്ടാകും. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അരീക്കോട്ട് NV അബ്ദുസ്സലാം മൗലവി പരിശുദ്ധ ഖുർആൻ ആളുകൾക്ക് ഇങ്ങനെ പഠിപ്പിക്കാം. ഇശാ മഗ്‌രിബിനിടയിലുള്ള വിശിഷ്ടമായ സമയത്ത് 18 കൊല്ലമെടുത്തു 2 പ്രാവശ്യം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യാഖ്യാനിച്ചു തീരാൻ. അദ്ദേഹത്തിന് പൊതുപരിപാടിയും അസുഖമില്ലാത്ത ദിവസങ്ങളിലൊക്കെ അത് നടത്തും. അങ്ങനെ ഒരു ദിവസമല്ല മിക്ക ദിവസങ്ങളിലും മുജാഹിദുകളല്ലാത്ത ആളുകളും ക്ലാസ് കേൾക്കാൻ വരും. സുന്നി വിഭാഗത്തിൽപ്പെട്ട അബ്ദുൾ റഹ്മാൻ എന്ന പേരുള്ള ഒരു സാധാരണക്കാരനായ നല്ല മനുഷ്യൻ മൗലവിയുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ സൂറത്ത് സുമറാണ് വിശദീകരിക്കുന്നത്. അതിലൊരു ആയത്തുണ്ടല്ലോ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു പോലെയോ തന്റെ അടിമക്ക്. ആ ചോദ്യം സാധാരണ മുസ്ലിംമാർ പറയുന്ന മുജാഹിദീങ്ങളായത്താണ്. അള്ളാഹുവിന്റെ ആയത്താണ് മുജാഹിദീങ്ങളായത്തല്ല. സൂറത്ത് സുമറിലെ അള്ളാഹുവിന്റെ ആയത്താണ്. അള്ളാഹു പോലെയോ അവന്റെ അടിമക്ക്. ഈ ചോദ്യങ്ങളെ ചോദിച്ച് സലാമോടെ ഇങ്ങനെ ആ പണ്ഡിതോചിതമായ വിശദീകരണം ഈ അബ്ദുറഹ്മാൻ സാഹിബിന്റെ നെഞ്ചിങ്ങനെ പടക്കാം. കാരണം അള്ളാഹുവിന് പുറമെ അനേകായിരങ്ങളെ വിളിച്ചു തരുന്ന മഹിദീൻ ശൈഖിനി, റിഫായി ശൈഖിനി, മമ്പർത്തങ്ങളിൽ, ബദരീങ്ങളിൽ, മൊഴലിങ്ങളിൽ എല്ലാ ഔലിയനും, പേരില്ലാത്ത ഔലിയനും, നടുറോട്ടിൽ ഔലിയാനും എല്ലാം പേരില്ലാത്തവർക്കുള്ള പേരാണ് നടുറോട്ടിൽ ഔലിയ. എവിടെ കണ്ട കാട്ടിലാണെങ്കിൽ കാട്ടിൽ ഔലിയ, നടുറോട്ടിലാണെങ്കിൽ നടുറോട്ടിൽ ഔലിയ. പേരൊന്നും പ്രശ്നമല്ല, അവിടെ ഔലിയാക്കണമെന്നുള്ളൂ. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാ അബ്ദുറഹ്മാൻ. പക്ഷെ ഈ വിശദീകരണം കേട്ടപ്പോൾ ഹൃദയം ഇളകി, മനസ്സസ്വസ്ഥമായി, കലുഷിതമായി ആലോചനയിൽ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ റബ്ബിന്റെ മറുപടി, നീ പറ അല്ലാഹു പോലെയോ അവന്റെ അടിമക്ക്. ആ ആയത്ത് കഴിഞ്ഞ് ഒരായത്ത് കൂടി കഴിഞ്ഞ് 3ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ നീ പറയുക എനിക്ക് അല്ലാഹു മതി. അതും കൂടി ചേർത്തി പറഞ്ഞു കൊടുത്തപ്പോൾ ഇയാൾ ആകെ അസ്വസ്ഥനായി. ഇനി എന്ത് ചെയ്യാറേ, എങ്ങനെ ഞാൻ മൊഹീദ്ദീൻ ബദരീങ്ങളെ വിളിക്കാം? അപ്പോഴയാളുടെ മനസ്സിൽ വന്ന അത് ശരിയാണ്. ഈ വാഴ പറഞ്ഞു തന്നത് വഹാബി മൗലവിയല്ലേ, ചിലപ്പോൾ ആയത്തിന്റെ അർത്ഥം എങ്ങനെയാവൂല. നമുക്ക് നമ്മുടെ ഉസ്താദിനോട് പോകുമ്പോൾ ചോദിക്കാം. അങ്ങനെ അരീക്കോട് വലിയ പള്ളിയിൽ നിന്ന് അവരെ പറയാം. വലിയ പള്ളിയിൽ അവരെ പോകുമ്പോൾ ഇയാൾ പോകുമ്പോൾ അവിടെ കയറി നമസ്കരിച്ച്, ഇശാ മുജാഹിദുകളുടെ കൂടെ നിസ്കരിച്ച് ശരിയാവില്ല എന്ന് വെച്ചാൽ അവിടെ കയറി നിസ്കരിച്ച്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഞാനിങ്ങനെ വഹാബിയുള്ള ക്ലാസ് കേട്ടുവരാ, അപ്പൊ ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്തായിരുന്നു വിശദീകരിച്ചിരുന്നു. എന്താണ് ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്തിന്റെ അർത്ഥം? അപ്പൊ ഉസ്താദ് പറഞ്ഞെടുത്തു, അള്ളാഹു പോലെ തന്റെ അടിമക്ക് എന്നാണ്. എന്നാൽ എന്റെ ഉദ്ദേശം എന്താ ഉസ്താദെ? അബ്ദുറഹ്മാൻ എന്താ അത് വിശദീകരിക്കാനുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമ്മുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെ നമ്മുടെ യജമാനനായ അള്ളാഹു പോലെയാണ്. അപ്പൊ തന്നെയാണ് ചിലപ്പോൾ മറ്റയാളും വിശദീകരിച്ചു. അപ്പൊ അയാളൊന്നുകൂടി ചോദിച്ചു, തന്നെയാണോ അതിന്റെ അർത്ഥം? അത് തന്നെയാണ് അർത്ഥം. എന്നാ ഉസ്താദ് ഒരു കാര്യം ചെയ്യും, ആ കുത്തുബിയത്ത് കമ്മിറ്റി നീ അബ്ദുറഹ്മാന്റെ പേരൊന്ന് വെട്ടിത്തരുമെന്ന് വെച്ചു. അവിടെ കുത്തുബിയത്ത് നടത്തുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, 40 അതിൽ അബ്ദുറഹ്മാനുണ്ട്. അതിൽ മൊഹീദ്ദീൻ ശൈഖിനെ 1000 പ്രാവശ്യം വിളിക്കണം കുത്തുബിയത്തില്. ആ കമ്മിറ്റിയിൽ നിന്ന് ദയവായിട്ട് എന്റെ പേരൊന്ന് വിളിക്കുമെന്ന് പഠിച്ചോ മതി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആയത്തിന്റെ ശകലം അത് ആ മനുഷ്യന്റെ, സാധാരണക്കാരനായ മനുഷ്യന്റെ മനസ്സിൽ കിടന്ന് അത് ഒന്നിച്ച വിപ്ലവം ഉണ്ടാക്കി, അത് മാറ്റമുണ്ടാക്കി, ആ വ്യക്തിയെ തൗഹീദിലേക്ക് കൊണ്ടുവന്നു. അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനോടെയാണ് നമ്മൾ തൗഹീദ് സ്ഥാപിക്കുന്നത്. ശിർക്കിന് അവിടെ നിലനിൽപ്പുണ്ടാവില്ല. അതങ്ങനെ വിറച്ച് ചാകുന്നൊക്കെ പറയും, അസഹിഷ്ണുത കൊണ്ട് പറയാം. അതങ്ങനെ വിറച്ച് ചാകില്ല. ശുദ്ധ വറക്ക, തൗഹീദ് ഒരിക്കലും വറക്കൂല, ഒരിക്കലും വറക്കൂല. അവതരിപ്പിക്കുന്ന ആളുകളുടെ കഴിവുകൾ പ്രകടമാവും, പക്ഷേ ആശയത്തിന് ഒരിക്കലും പറയലുണ്ടാവില്ല. അപ്പോ ആ ആശയം നമുക്ക് ലോകത്തോട് പറയാനുണ്ട്. അത് മലിനപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ആകത്തുകയും ആണിക്കല്ലുമായ, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേതും ഈമാൻ കാര്യത്തിൽ ഒന്നാമതുമായ അൽ ഈമാനുമില്ല, അല്ലാഹുവിലുള്ള വിശ്വാസം, അത് തന്നെ മലിനപ്പെട്ട് കിടക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് അതും അപകടത്തിലാണ്. അവിടെ നിന്നുള്ള കർമ്മങ്ങളൊക്കെ അപകടത്തിലായതുപോലെ. 5 സമയത്ത് നമസ്കരിക്കാത്ത ഒരു മുസ്ലിമല്ല, പക്ഷേ എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. 2 ഭാഗത്ത് നമസ്കാരം കരുതി കൂട്ടി ഒരാൾ ഒഴിവാക്കിയാൽ അയാളെ കൊന്നു കളയണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ വ്യക്തിപരമായ അഭിപ്രായം, മദ്ഹബിന്റെ അല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റ ഷാഫിലോ ഇപ്പൊ കുറച്ചൊക്കെ ഷാഫികളുണ്ടാവും. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ കൂടുതൽ ഷാഫികളൊന്നും ഉണ്ടാവില്ല, കാരണം അധിക പേര് നിസ്കരിക്കില്ല. അപ്പൊ നിസ്കാരം ഇങ്ങനെ വ്യാപകമായത് ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ പ്രചണ്ഡമായ പ്രചാരം കൊണ്ടാണ്. അത് പിന്നീട് ഒരിക്കൽ പറയേണ്ട കാര്യമാണ്. അപ്പോ നമസ്കാരം 2 ഭാഗത്ത് മനഃപൂർവ്വം, അതായത് ഉറങ്ങിയതല്ല, ബോധം കെട്ടതുമല്ല, ഓർമ്മ ഉണ്ടായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അവനെ കൊല്ലണം. അതാ നിയമം. ഇമാം ഷാഫിയുടെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ നമസ്കാരത്തിൽ വിളിച്ചിട്ടുണ്ട്.
നോമ്പിന് വീഴ്ചയുണ്ട്, സക്കാത്തിൽ വീഴ്ചയുണ്ട്, അതേപോലെ തന്നെ ഹജ്ജിൽ വീഴ്ചയുണ്ട്. അപ്പൊ ഷഹാദത്തിൽ വീഴ്ച ഉണ്ടാകാം, ഉണ്ട്, നല്ലോണമുണ്ട്. കാടാമ്പുഴ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ ക്ഷേത്രമുണ്ട്, കോട്ടക്കലടുത്ത്. പരസ്യം നൽകുന്ന പത്രത്തിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 50% സഹോദരന്റെ വിഭാഗമായ മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അഭിമാനമായി നമ്മൾ ദാനധർമ്മത്തിന്റെ ആളാണ്, വിശാലതണ്ട്, മതസഹിഷ്ണുത വെച്ചു പുലർത്തുന്നു. അതാണ് അവിടെ കാണുന്നത്. ഇത് മതസഹിഷ്ണുതയല്ല, ഇത് മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം ഇസ്ലാമിനില്ല. മതവിശ്വാസികൾ തമ്മിൽ എത്രയും സൗഹാർദ്ദമാകാം. ഇവിടെ പറഞ്ഞല്ലോ, മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം അത് പറ്റും. ലക്കും ദീനുക്കും വഴിയല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ആദർശം, ശിർക്ക് വേണ്ട. എനിക്ക് തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസം. പക്ഷേ മാനുഷികമോ, അത് നിങ്ങളുടെ ഒപ്പനങ്ങളുണ്ടാവും, എല്ലാ പ്രശ്നങ്ങളിലുണ്ടാവും. എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഒന്നായി കാണും, യാതൊരു വ്യത്യാസമില്ല. അയൽവാസി അയ്യം കാണില്ലാതെ ഏത് മതവിശ്വാസിയാണെങ്കിലും അവൻ വിശന്നിരിക്കെ വയറ് നിറച്ചുണ്ണാൻ ഒരു മുഹമ്മിന് കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അത് മുസ്ലിമാകണം, മുജാഹിദാകണം എന്നല്ല. അമുസ്ലിമായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മതി, ആരായാലും മതി. അതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. മതവിശ്വാസികൾ തമ്മിലുള്ള സഹിഷ്ണുത, അതാണ് ഇവിടെ നടക്കേണ്ടത്. അവർ തമ്മിലുള്ള സൗഹാർദ്ദം, അതാണ് നടക്കേണ്ടത്. മതസൗഹാർദ്ദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഇവിടെ മതസൗഹാർദ്ദമാണ്. അപ്പൊ മുസ്ലിങ്ങൾ നേർക്ക് നേരെ ശിർക്ക് ചെയ്യുന്നത് ധാരാളമുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ തടയാൻ പറ്റൂല. മലപ്പുറം ജില്ലയിലെ ഹാജിയാർക്ക് കുട്ടികളില്ലാതെ ഹാജിയിൽ നിന്ന് പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് ചെയ്തു വന്നാണ്. കഅബ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കൂടി പടുത്തു കളിക്കണം. അതായത് 60 കൊല്ലം പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയ ഇസ്മായില്. വേറെ ഒരാളോടും 60 കൊല്ലത്തിനിടയ്ക്ക് പ്രാർത്ഥിച്ചില്ല. നൂഹ് നബിയുടെ ഖബറിൽ പോയി അവിടുന്ന് ഭസ്മം സ്വീകരിച്ചില്ല, ഇടപെടുമെന്ന് പറഞ്ഞില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, ഒരു സന്താനത്തിന് വേണ്ടിയുള്ള എന്റെ അപേക്ഷ, മറ്റെന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ പ്രാർത്ഥനകളും എന്റെ റബ്ബിനോട് മാത്രമാണ്. എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഞാൻ നിരാശപ്പെടില്ലായിരിക്കാം. എപ്പോഴെങ്കിലും എന്റെ ആഗ്രഹങ്ങൾ അവൻ നിറവേറ്റി തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കിട്ടിയ കുട്ടി, ആ കുട്ടിയും അടുത്ത കുട്ടിയും ഇസ്ഹാഖും നടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി പറയാൻ, അൽഹംദുലില്ലാഹ് അല്ലദീ വഹബലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആ. ഇത്രയേറെ പ്രായാധിക്യമായിട്ടും ജീവിതം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടും ശക്തമായ പ്രതികൂടുന്ന കാലഘട്ടത്തിലും ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് നൽകിയ അല്ലാഹുവിന്റെ സർവ്വസ്തുതിയും ഇന്ന റബ്ബീ ലസമീഉ ദുആ. എന്റെ രക്ഷിതാവ് പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നവനാണ്. നമ്മൾ 6 ദിവസം പ്രാർത്ഥിക്കൂല, അല്ലെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ 2 കൊല്ലം. 3ാമത്തെ കൊല്ലം വരെ ആൾക്കാരെ പറയും, ഇന്നെന്താ കാത്തിരിക്കുന്നത്, ഇനി എവിടെയെങ്കിലൊക്കെ പോയേക്ക്. പടച്ചോണ്ട് വരെ പറഞ്ഞ് 2-3 കൊല്ലമൊക്കെ ഇനി എങ്ങോട്ടേലും പോകൂലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പോകും. ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ, ദർഗകളായ ദർഗകൾ മുഴുവൻ താണ്ടി സന്താന ലബ്ധിക്ക് വേണ്ടി നെട്ടോട്ടമോടും ഇബ്രാഹിം നബി ചെയ്തില്ല. ആ കഅബയിൽ പോയി ഹജ്ജ് ചെയ്ത ആളായി ആചാര്യ. ആചാര്യയുടെ ഒരു ഹിന്ദു സഹോദരൻ പറഞ്ഞാൽ, ഏതായാലും ആചാര്യെ ഇത്രത്തോളം ആയില്ലേ, നല്ലൊരു നേർച്ച ഗുരുവായൂരിക്കൂലാണ് നിർമ്മാണി. ശ്രദ്ധിക്കണം. അപ്പൊ എന്താ അർത്ഥം? ഒരു ഹിന്ദു അങ്ങനെ പറയണമെങ്കിൽ ആചാര്യക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഇത്രത്തോളമായി എന്നല്ല, ഏതായാലും ഒരു സാക്ഷാൽ ദൈവത്തെ വിട്ട് ഈ സകല കല്ല് കുത്തിയെടുത്ത് പോയില്ലേ, നല്ല ഗുരുവായൂരിക്കും കൂടി ഒരു നേർച്ച. പക്ഷെ ആചാര്യ വലിയ നേർച്ച വേണ്ട. കുട്ടി ഉണ്ടായാൽ കുട്ടിയുടെ അത്ര തൂക്കം പൂവമ്പഴം കൊടുത്താൽ മതി, സ്വർണ്ണം ഒന്നും കൊടുക്കണ്ട, ഒന്നും വേണ്ട. ആചാര്യ നേർച്ചയാക്കി, കുട്ടി ഉണ്ടായി. ആചാര്യ ഉറപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ ബന്ധപ്പെട്ടിട്ടാണെന്ന്. അവിടെ കൊണ്ടുപോയി തുലാഭാരം നടത്തി. അവിടെ പണ്ഡിതന്മാർക്ക് ഇടപെട്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ആചാര്യോട് ചെയ്തത് ശരിയായില്ല എന്ത് പറയാൻ പറ്റായിരുന്നു? അള്ളാഹിനെ വിട്ട് പല കേന്ദ്രങ്ങളിൽ പോയതാണ് ആചാര്യ. 7000 ജാറ ഒരു കുട്ടിക്ക് വേണ്ടി, സന്താനത്തിന് വേണ്ടി കയറി ഇറങ്ങിയ ഒരു ആചാര്യനോട് പറഞ്ഞു, ഉസ്താനി, ഞാൻ ഇപ്പൊ മുജാഹിദായത് നിങ്ങളുടെ വയലിട്ടൊന്നല്ല കേട്ടോ. അതായത് മുജാഹിദിന്റെ വയലിട്ടല്ല, ഞാൻ പരിശുദ്ധ ഖുർആൻ അല്ലാമ യൂസുഫ് അലിയുടെ തർജ്ജമ വായിച്ചിട്ട് മുജാഹിദായതാണ്. സൂറത്ത് സുഹൂഫിൽ ഒരു ആയത്തുണ്ട്, അയാൾ ഈ ആയത്തിങ്ങനെ വായിക്കുക. അദ്ദേഹം കുവൈത്തിലാണ്. വലില്ലാഹു മുൽക്കു സ്സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാഥ,
അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺമക്കളെ മാത്രം നൽകും. അവൻ ഉദ്ദേശിച്ച മറ്റു ചിലർക്ക് ആൺമക്കളെ മാത്രമായി നൽകും. അവൻ വിശ്വസിച്ചവർ ദുഃഖാനം വൈനാഥ, ചില ആളുകൾക്ക് അവൻ ആണും പെണ്ണും ഇടകലർന്ന് നൽകും. എന്നാൽ അവൻ ഉദ്ദേശിച്ച മറ്റു ചിലരെ മക്കളില്ലാത്തവരാക്കി അവൻ മാറ്റും. ഇതിങ്ങനെ വായിച്ചപ്പോഴാ ആചാര്യക്ക് ബോധം വന്നത്. പിന്നെന്താ ഞാൻ ഈ ജാറത്തിലൊക്കെ കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കാര്യം പോലും ഗുരുവായൂരിന്ന് കിട്ടിയെന്ന് അബൂബക്കർ ഹാജി വിശ്വസിക്കുമ്പോൾ അരുതെന്ന് പറയാൻ മുസ്ലിയാക്കന്മാർക്ക് കഴിയില്ല. കാരണം റബ്ബിനെ വിട്ട് പല കേന്ദ്രങ്ങളിലും ഈ പ്രതീക്ഷയോടുകൂടി പോയിട്ടുള്ളതാണ്. അപ്പൊ നഗ്നമായ ശിർക്ക് ചെയ്യുന്നത് കണ്ടാൽ പോലും തടയാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നതാണ്, ഇത് വ്യാപകമാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ വെറുതെ ഇരിക്കരുത്. നിങ്ങളുടെ ചുറ്റുപാട് എനിക്കറിയട്ടോ. ഇപ്പൊ കുറെ കാലമായി ദഅവത്ത് മന്ദീഭവിച്ചിരിക്കാൻ. ദഅവത്ത് പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അതാണ് അടിസ്ഥാനപരമായതല്ലാത്ത കാര്യങ്ങൾ. ഇവിടെ അല്ലാഹുവിന്റെ അസ്തിത്വം, അവന്റെ ഏകത്വം അതൊന്ന് പ്രകടമാണ്. പിന്നെ അവന്റെ പ്രവാചകന്മാര്, അവന്റെ മലക്കുകൾ, അവന്റെ ഗ്രന്ഥം, അവന്റെ മതം, ഇതാണ് നമ്മുടെ പ്രധാനം. അവൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവിനെ പറ്റിയാണ്, അവന്റെ മഹത്വം. അപ്പൊ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനായിട്ട് ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുക. ലോകത്തൊരു ഗവേഷണം, ലോക ചരിത്രത്തിൽ ഒരൊറ്റ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഗവേഷണം അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഇസ്തിഹാസ നടത്താനും നേർച്ചവഴിപാട് നടത്താനും എങ്ങനെയാണ് ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ വളച്ചൊടിക്കുക എന്ന് ഗവേഷണം നടത്തുന്ന ഒരൊറ്റ കേന്ദ്രം ഉണ്ടായിട്ടില്ല. പരമ്പരാഗതമായി വിശ്വസിച്ചു ഒന്ന് അങ്ങനെയാണോ? ഇന്ന് കേരളത്തിൽ തന്നെ പല കേന്ദ്രങ്ങളിലെയും പ്രധാനപ്പെട്ട പഠനം എന്താണ്? അവിടുത്തെ ഉപരിപഠനം എന്താണ്? അവിടുത്തെ ഭീതി എന്താണ്? അല്ലാഹു അല്ലാത്തവരെ ഒരു സഹായം തേടാനും പ്രാർത്ഥിക്കാനും അവർക്ക് നേർച്ചവഴിപാടുകൾ അർപ്പിക്കുവാനും ഏതെല്ലാം ആയത്തുകളെ എങ്ങനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യാം, അതാണ് പഠനം. അങ്ങനെ പഠിക്കുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് ജാലങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. മമ്പലത്ത് പള്ളിയെ പണിയാ പറഞ്ഞു. മമ്പലത്ത് ജാലം 3 കോടി രൂപയ്ക്ക് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു മതസംഘടന അതിന്റെ ഭാരവാഹികൾ വാങ്ങിയിരിക്കുകയാണ് ജാലത്തിന്റെ ആളുകളിൽ നിന്ന്. അവർക്ക് തന്നെ അവിടെ വരുന്നത് നോക്കണ്ട, 3 കോടി രൂപ ഒന്നിച്ചിട്ട് കിട്ടല്ലേ. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ എത്ര രൂപ കൂടെ പിരിയണം? അതിന്റെ ചെലവുകൊണ്ടല്ല സ്ഥാപനം നടത്തുന്നത്, അതിന്റെ മാത്രം ചെലവുകൊണ്ടല്ല. പുത്തപ്പള്ളി ജാലത്തില് ഒരു 28 ദിവസത്തിനാണ് ലേലം, 85-90 ലക്ഷത്തിനാണല്ലോ ലേലം വിളിക്കുന്നത്. ബാക്കി ടോൾ വിളിക്കുമ്പോഴാണ് ബാക്കി ഈ വിളിച്ച ആളുകൾ എടുക്കാം. ഈ 85 ലക്ഷം 28 ദിവസം കൊണ്ട് കമ്മിറ്റി ഏൽപ്പിക്കാം. അതല്ല അവിടെ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് പോലീസ് വരേണ്ടി വരുന്നു. പോലീസ് വരേണ്ടി വരുന്നത് അതിന് മാത്രമല്ല, അയാൾക്കൊരു കഴിവില്ല എന്നതിന്റെ തെളിവും കൂടിയാണ്. അയാൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ 2 കക്ഷികളിൽ ആരാണ് ഇപ്രാവശ്യം കമ്മിറ്റി ആകേണ്ടതെന്ന് ചെയ്ത് ആ കവറിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ കഴിവ് അയാൾക്കില്ല. പക്ഷെ മനുഷ്യന് ബുദ്ധിയില്ല. നമ്മുടെ ആ ഭാഗത്തുനിന്ന് പിന്നെ മരുമകളുടെ അമ്മോശം കാക്കാൻ ഞങ്ങളുടെ നാട്ടിൽ പറയാം. അമ്മോശം കാക്കിയും കൂടി പുത്തപ്പള്ളിയിലേക്ക് പോയി. എന്തിനാല് മരുമകളുടെ ഒരു സ്വർണ്ണ ചെയിൻ കാണാതെ പോയിരിക്കുന്നു. അപ്പൊ ആരാണെന്ന് അറിയാൻ അവനെ വരുതിയിൽ വരുത്തി തിരിച്ചു പിടിക്കാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് എന്താണെയോ? പള്ളിയിലെ മുക്രിയുടെ വാച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു, കണ്ടുകിട്ടുന്നവർ പള്ളി ഇമാമിനെ ഏൽപ്പിക്കേണ്ടതാണ്. പുത്തമ്പള്ളി പള്ളിയിലെ ജാറത്തിന്റെ കറാമത്തപ്പ. അപ്പൊ മരുമകൾ വന്നിട്ട് ഉപ്പ എന്താ ഇവിടെ വന്നിട്ട് കാര്യം? ഇവിടുത്തെ അവസ്ഥയല്ല. ഒരു വാച്ചിന്റെ സ്ത്രീ എത്ര വില പറഞ്ഞാൽ അത് പോയിട്ട് അത് കണ്ടുപിടിക്കാൻ ഷേഫിന് സാധിച്ചിട്ടില്ല, പിന്നെ ഇവിടെ എന്താ. അപ്പൊ ഉപ്പാപ്പ പറഞ്ഞത് മോളെ നമ്മൾ ഏതായാലും വന്നില്ലേ, എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകാം, കുത്തക്കുള്ള പെണ്ണ. അപ്പൊ അതാണ് സ്ഥിതി. ആ സ്ഥിതിയിൽ ആളുകളെ കൊണ്ടുപോയി ഹൃദയങ്ങളെ അവളെ കൊണ്ടുപോയി വെപ്പിക്കുക. സഹോദരങ്ങളെ, അതവിടെ ചെയ്യുന്നത്. ഉള്ളാളത്ത് ഭാഗത്ത് മുജാഹിദുണ്ടായത് എങ്ങനെയാണ്? ഉള്ളാളത്തെ ഭാഗത്ത് ആദ്യമായിട്ട് മുജാഹിദുണ്ടായത് ഉള്ളാളത്തെ ശേഖിന്റെ കറാമത്ത് വിശദീകരിച്ചിട്ട് അത് വായിച്ചിട്ടാണ്. നല്ല ലക്ഷണമൊത്ത ശൂന്യക്കാക്കാൻ ഒരു ദിവസം പിന്നെ ഈ പുസ്തകം കിട്ടി, ഉള്ളാളത്തെ തങ്ങളുടെ കറാമത്ത്. ഒന്നാമത്തെ കറാമത്ത് എന്താ അറിയാം? ഒരു ദിവസം സുബഹിന്റെ സമയത്ത് തങ്ങളിങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ വന്ന് ചോദിക്കാണ്, എന്താ നമസ്കരിക്കാൻ പോകാത്തത്? സുബഹി പാമ്പെടുത്തില്ലേ, എല്ലാവരും നിസ്കരിക്കാൻ പോകുന്നത് ഷെയ്ഖ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാ മതിയോ? അപ്പൊ ഭർത്താവായ ഷെയ്ഖ് പറയാണ്, ഇതാ നിനക്ക് പോലും എന്നെ പറ്റി മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പൊ മക്കത്ത് പോയിട്ട് മസ്ജിദുൽ ഹറാമിൽ പിന്നെ അവർക്ക് വേണ്ടി ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഇയാൾ ആലോചിച്ചത് അറിയോ? ഇതെങ്ങനെ ശരിയാകും? കാരണം മക്കത്ത് സുബഹി ആകണമെങ്കിൽ ഇനി 2.5 മണിക്കൂർ കഴിയണം. അപ്പോ
2.5 മണിക്കൂറിന് മുമ്പ് നമസ്കരിച്ചു വന്നു എന്ന് പറഞ്ഞ ഒന്നാമത്തെ കറാമത്ത് എന്തായാലും തെറ്റാണ്. അപ്പൊ മുമ്പിൽ ഒന്നാമത്തെ കറാമത്തിന്റെ തെറ്റാണ്. പിന്നെ ഇപ്പൊ 2-3 നോക്കണില്ല, 17 മിനിറ്റ് വെട്ടി, എന്നിട്ട് സത്യാന്വേഷണം നടന്നു. അങ്ങനെ മുജാഹിദായത്. ഇതാണ് കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങളിലാണ് മനുഷ്യ ഹൃദയങ്ങൾ കൊണ്ടുപോയി സ്ഥാപിക്കുന്നത്. മഹാനായ ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യദ്ഉലഹും താറത്തൻ മഅ അല്ലാഹ്. ചിലപ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുകളെ ഇവര് അള്ളാഹുവിന്റെ കൂടെ വിളിക്കും. സാമാന്യ മര്യാദ പഠിച്ചവനെ പറ്റാണ്ട് ഒഴിവാക്കാൻ വെച്ചിട്ട് കുറച്ചൊക്കെ മര്യാദ ആൾക്കാരുണ്ടാവുമല്ലോ. താറത്തൻ ഇസ്തിഖ്ലാൽ, ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് അവരെ ഷേഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 1000 വട്ടം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സാക്ഷാൽ മനുഷ്യ നിനക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്ന അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ ആ മരണപ്പെട്ടു പോയ മഹാന്മാരെ ഇവർ ബഹുമാനിക്കും. അവരുടെ പേരുകൾ അത്യുച്ചത്തിൽ ജപിക്കും. നമസ്കാരത്തിൽ റബ്ബിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ടതിനേക്കാളുള്ള ഭക്തി ഈ കബറാളിയുടെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്നു. നിങ്ങൾ പോയിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങൾക്ക് പോയിട്ടുണ്ടോയെന്നറിയില്ല, പോകണം. എന്നിട്ട് അവിടെ എന്താ കാട്ടിക്കൊട്ടുന്നറിയാം. കണ്ടമിടാത്ത, കണ്ണീരൊലിപ്പിക്കാത്ത, കേണപേക്ഷിക്കാത്ത ഒരൊറ്റ ആണും പെണ്ണുണ്ടാവില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോഴോ ഇതാ കാണൽ ഒരടിമ നമസ്കരിക്കുകയാണെങ്കിൽ റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തുകയായെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു. തന്റെ എല്ലാമായിട്ടുള്ള തന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന റബ്ബിനോട് നേരിട്ട് മുനാജാത്ത് നടക്കുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ ഭക്തി മരണമാകപ്പെട്ട് അവരുടെ അരികിൽ ചെല്ലുമ്പോൾ ആളുകൾക്കുണ്ടാകുന്നു. എന്നിട്ട് പറയാ വഹാദാ ഇദാലം യകുൻ ശിർക്കൻ, ഇത് ശിർക്കല്ലെങ്കിൽ ഫലാനദിരി മാഹു ശിർക്ക്, എന്നാ പിന്നെ ശിർക്ക് എന്നാൽ ഞങ്ങൾക്കറിയില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കറിയില്ല. ഇതാണ് സാക്ഷാൽ ശിർക്ക്. ഞാൻ അതിന്റെ വിശദാംശം ഉണ്ടോ ഇവിടെ അതാ നോക്കണ്ടോ? അതുണ്ട്. അതുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞവന് വിശ്വാസിക്ക് പറ്റൂല. അതാണ്. അപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കണ്ട. എന്ത് ചെയ്യാൻ കഴിയും? എന്താ പറഞ്ഞത്? നിന്നോട് പ്രഖ്യാപിക്കപ്പെട്ട ഈ തൗഹീദിന്റെ ആദർശം പരസ്യമായി അത്യുച്ചത്തിൽ പറയുക. ലാ യുബാനി ഫില്ലാഹി ലൗമത ലാഇം വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ദീനത്ത് നടക്കുന്ന സമയത്ത് ആക്ഷേപത്തെ പരിഗണിക്കരുത്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഭയപ്പെടരുത്. ചില സത്യം എന്നിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ മാന്യമായിട്ട് പറയാം. നമ്മുടെ ആൾക്കാർ 4 പുറം ഇങ്ങനെ നോക്കും. ആരെങ്കിലും വരുന്നുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കോ, ആകെ പേടിത്തൊണ്ടന്മാര് തൗഹീദിന്റെ ആൾക്കാരെ ആകാശങ്ങൾ ഇടിഞ്ഞു വീഴാതെ ലായിലായെന്നത് ചിന്തിച്ചാൽ മരിച്ചാൽ എന്താ നേരെ സ്വർഗത്തിലേക്കല്ലേ. ഒരു പേടി പേടിക്കണ്ട. ഇപ്പൊ ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തില് ഇത് പറഞ്ഞെടുക്കാൻ പറഞ്ഞൊരു കൊല്ലത്തരെ ഞാനൊക്കെ കിടക്കുന്ന ചില പള്ളി അടക്കലും കൂട്ടലും കൂടി ഇല്ല. അത് നമുക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ ഒട്ടുമിക്ക പള്ളികൾ അടക്കലല്ല. അപ്പൊ ഒന്നും സംഭവിക്കില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പേടി പേടിക്കണ്ട. പക്ഷേ കഴിവുള്ള ആളുകൾ തൊട്ടടുത്ത യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധി ഇവിടെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിന് അനുസരിക്കും ബഹുദൈവ ആരാധകരെ അവഗണിക്കുക, അവർക്ക് ഇഷ്ടപ്പെടില്ല. നീ ദഅവത്ത് ചെയ്യുന്ന ഈ തൗഹീദിന്റെ നബിയെ മുശ്രിക്കുകൾക്ക് വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. നല്ലോണം പ്രയാസം ഉണ്ടാവും. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പലതും ചെയ്യുകയൊക്കെ ചെയ്യും, തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് അന്തസ്സായിട്ട് നിന്നിട്ടുണ്ടെന്ന് പ്രചരിപ്പിച്ചു നോക്കാനും തീർച്ചയായിട്ടും അത് സാധിക്കും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത് എന്താണ്? നമ്മുടെ ഒഴിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ സ്വാധീനം. മുമ്പ് നമ്മുടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. അന്ന് ഇത്രയൊന്നും ആളുകളും ഇത്രയൊന്നും സെറ്റപ്പും ആയിട്ടില്ല. അവിടെ നമ്മൾ ഉയർന്നില്ലേ? അത് തന്നെ നമ്മൾ വേണമെന്ന് വിചാരിക്കായിട്ടാ. വേണമെന്ന് വിചാരിച്ചാൽ ഇതുപോലുള്ള പള്ളി, ഇതുപോലുള്ള മദ്രസ കെട്ടിടക്ക് ഒരാൾക്ക് തന്നെ കയറ്റാവുന്നത്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് എത്ര ആൾക്കാർ അവിടെ വീടുണ്ടാക്കിയിട്ടുണ്ടാവും. അതൊരു തരത്തിലുള്ള ചെറിയ അവഗണനയാണ് കേട്ടോ പടച്ചവനോട്. ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ പോയി. അന്ന് KP മുഹമ്മദ് വലിയുള്ള 16 കൊല്ലം കൊണ്ട് ആ പള്ളി പൂർത്തിയായി. ആ നാട്ടിൽ കരിങ്കല്ല് കൊണ്ട് മാത്രമുള്ള ഒരു പുര, തേക്കിന്റെ കാതൽ കൊണ്ട് മാത്രം അതിൽ ചുമര് പണിതിട്ടുള്ള ഒരു, അതായത് കോടികൾ അന്ന് ചെലവഴിച്ചിട്ടുള്ളത്. അവിടെ ഒരു പള്ളിപ്പണി കഴിയാൻ 15 വർഷം പിടിച്ചു.
എന്നെ KP മനസ്സുരിയത്തിൽ വേദനിച്ചിട്ടും ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ടു. അപ്പൊ ഞാൻ പറയാം, വളരെ മെച്ചം വന്നിട്ടുണ്ട്. ആ മെച്ചം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നമുക്ക് സ്വാധീനമുണ്ടാക്കണം. നമ്മൾ പൊട്ടന്മാരാകാം. നമ്മൾ ഈ തെർബിയത്ത് നമ്മുടെ തെർബിയത്തിനായി തെർബിയത്ത് എന്ന് പറഞ്ഞാല് കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാനും പ്രതികരിക്കുവാനും സമുദായത്തെ വളർത്തിക്കൊണ്ടുവരാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഏതെങ്കിലും സഹാബിമാര് പൊട്ടന്മാരുണ്ടോ? ആർക്കെങ്കിലും അവർക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു ഉമറിനോട്, ഉമർ ഈ നടക്കുന്ന വഴി ഇബ്ലീസ് ഇങ്ങോട്ട് വരികയാണ്, ഇബ്ലീസ് വഴിയാണ് മാറുക. അതാണ് അന്തസ്, അതാണ് അസ്തിത്വം എന്ന് പറയും, അതാണ് ആദർശം എന്ന് പറയും. അങ്ങനെ പ്രാപ്തരായ ആൾക്കാരാകണം നമ്മൾ. എന്നാ തർബിയത്ത് വരാം. തർബിയത്ത് നല്ല ആശയ, തെർബിയത്ത് മാത്രം പോരാ, തർബിയത്ത് വേണം. ഇങ്ങോട്ട് പറഞ്ഞ അതേപടി മഹാനായ ഉമറിൽ ഒരു ചോദ്യം ചോദിച്ചില്ല, ഉമറെ എന്താ മോമിനിയങ്ങളായ ഇങ്ങളെ മാത്രം ഈ പിശാചിങ്ങനെ വഴിതെറ്റിക്കാൻ കാരണം? തൊട്ടടുത്ത മറുപടി, പണമുള്ള വീട്ടിലല്ലേ സഹോദര കള്ളം കയറും, ഈമാനോടത്തിന്റെ ഇബ്ലീസ് വരേണ്ടതുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ആ പ്രതികരണത്തിന് സാധിക്കണം. അവർ മനുഷ്യരായിരുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്ന അവരിങ്ങനെ ഈ മുട്ടിന് മാത്രം തുണിയൊക്കെ എടുത്തിട്ട് ആർക്കൊന്നും കാണാൻ പറ്റാതെ അങ്ങനെ ഒരു പ്രത്യേക കോലങ്ങളായിട്ട് കിടന്നാണ്. എങ്ങനെയാണ് ഉയരേണ്ടത്? ഫൈൻ ബുദ്ധ ലാ ബുദ്ധ നബി പറഞ്ഞു, നിനക്ക് കൂടാതെ കഴിയില്ലെങ്കിൽ നെരിയാണി വരെ എടുത്തോ, അന്തസ്സായിട്ട് നടന്നോ. അന്തസ്സായിട്ട് നടന്നിട്ട് നിന്റെ വ്യക്തിത്വവും അസ്തിത്വവും നിലനിർത്തിക്കോ, പ്രതികരിച്ചോ. അത് നമുക്ക് സാധിക്കണം, പ്രതികരിക്കാൻ സാധിക്കണം. അപ്പൊ അല്ലാഹുവിന്റെ ഏകത്വം ഇവിടെ പ്രചരിപ്പിക്കണം. സഹോദരങ്ങളെ, ബഹുഭൂരിപക്ഷം ശിർക്കിൽ അറിയാതെ വിട്ടുപോയിട്ടാണ് ആണും പെണ്ണും. ഈ പണ്ഡിതന്മാരെ മുഴുവൻ അതിനെതിരെ ഇവരെ പറയുന്നു. ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ രണ്ടാശയം ഞാൻ പറയാം. അതിൽ അത്ഭുതം ഏതാ? മരിച്ച ഒരാൾ ലോകത്തുള്ള മുഴുവൻ ശബ്ദങ്ങളും കേട്ട് ഉത്തരം ചെയ്യുന്നു, അതിനൊരു പ്രശ്നമില്ല. അത് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അതാത്ര അത്ഭുതം, ഒരു കഷ്ടം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതിയാണ്, മരണപ്പെട്ടതിന് ശേഷം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള വിളികൾ കേട്ട് അതിന് ഉത്തരം ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അത്ഭുതവും, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് സർവ്വസാധാരണമായ സംഗതി. കാര്യങ്ങളാകെ മേക്കാന്തോട്ടുണ്ടായി. മരണപ്പെടുന്നതിന് മുമ്പ് മലയാളം മാത്രം അറിയുന്ന വലിയനോട് മരണപ്പെട്ടതിന് ശേഷം ലോകത്തുള്ള മുഴുവൻ ഭാഷയിൽ പറഞ്ഞാൽ മുഴുവൻ തിരി. അപ്പൊ ഖബറിലേക്കാണ് പോയാൽ മൂപ്പർ ആദ്യം ഭാഷകളൊക്കെ പഠിക്കാറുണ്ട്. ഇവിടെ ഇല്ലാത്ത കഴിവ് മരിച്ചുപോയ പണ്ടൊരു മൊയ്ലിയോട് ചോദിച്ചതിൽ അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെയാണ്, കുറുന്തോട്ടി പോലെയാണ്. ഉണങ്ങിയാലാണ് ഗുണം കൂടുകയാണ് ഞങ്ങളുടെ ഔലിയാക്കൾക്ക്, മരിച്ചാലാണ് കറാമത്ത് കൂടുക. ഒരൊറ്റ ഔലിയ പ്രാർത്ഥന കേൾക്കുക. എന്റെ മനസ്സിലുള്ള ആശയം എന്താ? ഈ അബദ്ധമാണല്ലോ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തെ കൊണ്ട്. വല്ലവീന അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇനി എങ്ങനെ അത് മോശമായിട്ട് പറയാം? ഈത്തപ്പനക്കുരുവിന്റെ മുകളിലുള്ള പാട, നേർത്ത പാട, അതുപോലും അവരുടെ കയ്യിലില്ല. ആരാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അള്ള കൊടുക്കണം. അപ്പൊ അവരുടെ ധാരണ എന്താ? കൊടുത്തുകൂടായി കണ്ടോ? അള്ളാന്റെ മറുപടി അതിനാണ് ഊഹം എന്ന് പറയാം. അള്ളാഹുവിന് പുറമെ മറ്റു പങ്കുകാരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്താണ് പിന്തുടരുന്നത്? എന്താ തെളിവ്? തെളിവോ? ഈ എത്തവിഹുന്ന ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്ന ഊഹമാണ് തെളിവ്. എന്താ കൊടുത്തുകൂടായിക? എന്താ കണ്ടുകൂടായിക? എന്താ കെട്ടിക്കൂടായിക? ആ ഊഹം ഉറപ്പിച്ചിട്ട്, സഹോദരങ്ങളെ ഉറപ്പിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് 6000 കിലോമീറ്റർ അപ്പുറത്ത് 6 അടി മണ്ണിൽ പണ്ടുകാലത്ത് മരണപ്പെട്ട മൊഹീദ്ദീൻ ശേഖ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള വിളികൾ വേർതിരിച്ച് മനസ്സിലാക്കി, ആശയം എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി അതിനുത്തരം ചെയ്യുമെന്നതിന് വ്യക്തമായ ഒരു രേഖ പറയാൻ ലോകത്തിൽ ശക്തിക്കും സാധ്യമല്ല, ഊഹമല്ലാതെ. അള്ളാഹ് പറഞ്ഞത് ഈ എത്തവിയുന്ന ഊഹത്തെ ഇല്ലാതെ അവർ പിൻപറ്റുന്നില്ല. ഒയ്യുമില്ലായ പുരുഷൻ ആ ഊഹത്തെ സത്യപ്പെടുത്താൻ കള്ളക്കഥകൾ അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, കഥ കേട്ടു, സ്വപ്നം കണ്ടു, അവർ പിന്നെ പിളർന്നു, അവിടെ വർത്താനം കേട്ടു, അശരീരി കേട്ടു, അലൈക്കും മുസ്ലിം പറഞ്ഞു. ഈ ജാതി അനുമാനമില്ലാതെ ഒരൊറ്റ പ്രമാണം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങൾ ദുആ അവർ കേൾക്കുകയില്ല. അവർ കേട്ടാൽ പോലും അവർ വാദിക്കാമെന്ന് വിചാരിക്കാം. മരണപ്പെട്ടവർ കേൾക്കുമെന്ന് വാദിച്ചാൽ പോലും അർത്ഥം മസ്തജാബോടുക്കും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല. വയോമത്തെ യാമത്തെ എത്തും
ഖിയാമത്ത് നാളിൽ ശിർക്കിനെ അവർ വിശദീകരിക്കുന്ന സമയമല്ല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ആശയം ഗൈബിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ഇത് അല്ലാഹുവിനെ പോലെ പറഞ്ഞുതരാൻ പറ്റിയ പിന്നെ ആരുണ്ടാവില്ല. വാഫികളുണ്ട്, വഫകളുണ്ട്, പിന്നെ സക്കാഫികളുണ്ട്, ദാരിമികളുണ്ട്, ഫൈസിമികളുണ്ട്, സകല മേളുണ്ട്. പക്ഷെ പടച്ചോനെ പോലെ ഭംഗിയായിട്ട് പറഞ്ഞുതരാൻ പറ്റിയല്ല. പടച്ചോ ഭംഗിയായിട്ട് പറയുന്നു, വിളിച്ചോ വിളി കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ നിഷേധിക്കും. മനസ്സിലാക്കിക്കോ, പടച്ചോനെ പോലെ ആര് പറഞ്ഞെന്നാലും ഭംഗിയാകൂല കേട്ടോ. ഇതാണ് വസ്തുത. അത് ഈ പാവങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ, അതാ നമ്മുടെ ആശയം, നമ്മുടെ വിഷയം അതാ. എന്തെങ്കിലും അടങ്ങിയിരിക്കുന്നത് സമയമായോ? ഈ തെക്കൻ ഭാഗത്തേക്ക് എന്നാൽ കൂടുതൽ സമയം പാടുകൾക്ക് സമയത്ത് വലിയ വിലപ്പെട്ടതാണ്. ഈ വടക്കൻ ഭാഗത്തേക്ക് നമുക്ക് പേടിക്കാതെ അങ്ങനെ പോകാം. 2-3 മണിക്കൂർ പോയാലും പ്രശ്നം ഉണ്ടാക്കാം. ഇവിടെ സമയമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു സ്ഥലത്ത് കുത്തുക പോയി. അപ്പൊ എന്നോട് പറയണം 9 മിനിറ്റ്. ആലപ്പുഴക്ക് ഇവിടേക്കത്തെ വന്നിട്ട് ഞാൻ 9 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വന്നത്. എന്നിട്ട് പിന്നെ നിക്കാന്റെ കുത്തുക 9 മിനിറ്റ് എന്ന് പറഞ്ഞത് എന്തായാലും 10 മിനിറ്റിൽ അധികമാകാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത കൊണ്ട് എന്താ സംസാരം. തെക്കന്മാരെ പറ്റി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും, ഒരു സംസാരിക്കാൻ ഉഷാറാ. അത് ഉഷാറായില്ലേ? 9 മിനിറ്റ് തന്നെ 10 മിനിറ്റിൽ അപ്പുറം പോകില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാ. അതേപോലെ സമയം ഐക്യങ്ങൾ പറയണം സഹോദരങ്ങളെ. വിശ്വാസം മാത്രമല്ല, കർമ്മവും ആചാരവും ഒക്കെ പറയണ്ട. ഇപ്പൊ ഇവിടെ നേരമല്ല. ഇപ്പൊ പിന്നെ 2 മുടിയേറ്റ് നടക്കണം. 2 മുടിയെ പറ്റി അതിൽ നിന്ന് പോയൊരു സക്കാഫി പറഞ്ഞാൽ തലല്ലാത്ത മുടിയാണ്. ലോകത്ത് അങ്ങനെ മുടിയില്ല, തലല്ലാത്ത മുടി. 2 മുടിക്ക് തലല്ല. 2 മുടിയല്ല, 2 കെട്ടുമുടിയാണ്. കാരണം 72 സെന്റിമീറ്ററാണ് മുടിയുടെ നീളം. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ അങ്ങനെ മുടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അതിന്റെ നിറാകട്ടെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറ. അത് മുഹമ്മദിന്റെ ശരീരത്തിന്റെ നിറ. അത് കേട്ടപ്പോൾ വലിയ വിചാരിച്ച് മുടിയും അങ്ങനെ ഇരിക്കുന്നു. മുടി എങ്ങനെയാണെന്ന് ഹദീസിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് നല്ല കറുത്ത മുടി, നരച്ചത് നല്ല വെളുത്ത മുടി. ഈ ചുവന്ന നിറത്തിലുള്ള മുടി ഉണ്ടായിരുന്നില്ല. അപ്പൊ വെളുപ്പ് കലർന്ന ചുവപ്പ് നിറഞ്ഞപ്പോ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറഞ്ഞപ്പോ മുടി അങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചിട്ട് അതേറ്റ് വന്നു. ഇപ്പൊ അത് വെക്ക സ്ഥലമല്ല. വെക്കണമെങ്കിൽ 40 കോടി രൂപയുടെ പള്ളിയിലെ ഈ മുടി വെക്കാൻ പറ്റുള്ളൂ. മഹാനായ പ്രവാചകന്റെ തലയിൽ നിറച്ച് മുടിയുണ്ട്. ആ തലയിൽ നിറച്ച് മുടിയുള്ള മഹാനായ പ്രവാചകൻ ആ തലയോട് കൂടി കിടന്നിറങ്ങിയത് 40 കോടി വിലമതിക്കുന്ന വീട്ടിലാണോ, 40 റിയാല് വിലപിടിക്കുന്ന വീട്ടിലാണോ? 40 റിയാല് ഒരു പിടിപിടിക്കൂല. 9 വീടാ, 11 വീടാണ്. 9 വീട് മസ്ജിദ് നബവിയുടെ ചുറ്റ. ആ വീടുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റൂമുകളെന്നാണ്. ഓരോ വീട്ടിനെയും ഒരു റൂമെന്ന് പറയാൻ കാരണം അതിൽ അടുക്കള, കിച്ചൺ വേറെയില്ല, സിറ്റൗട്ട് വേറെയില്ല, ബെഡ്റൂം വേറെയില്ല, ഡൈനിങ് ഹാൾ വേറെയില്ല, ബാത്റൂം വേറെയില്ല. എല്ലാം കൂടി ഒന്ന് ഒരൊറ്റ ഇങ്ങനെ തെറ്റി കെട്ടിയത്. 4 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടിയത്. ഈത്തപ്പനയുടെ ഓല കൊണ്ടും മൃഗങ്ങളുടെ തോല് കൊണ്ടും. മഹാനായ പ്രവാചകന്റെ വീട്ടിൽ ഒരു കസേര പോലുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും അതിഥിയായി വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെക്കെട്ടാൻ ഉപയോഗിക്കുന്ന മുണ്ട് വിരിച്ച് അതിനാണ് ഇരിക്കാൻ പറയുക. അതാണ് അവിടുത്തെ സീറ്റ്. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ആദരിക്കുന്ന ഹലീമ ബീവി നബിക്ക് പാടുകൊടുത്ത് വളർത്തിയ പോറ്റുമ്പ വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പാത്രങ്ങൾ പരസ്പരം ഉടയാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ പെരിക നിങ്ങളെന്താ പറയാറില്ല, അത് വിരിച്ചിട്ട് അതിന് മുണ്ട് വിരിച്ചെടുക്കും. ഇതാണ് ആ വീട്ടിന്റെ സൗകര്യം. അള്ളാഹു പറയാണ്, ഞാൻ ഒരിക്കൽ രാത്രി ഉണർന്നപ്പോൾ റസൂലിനെ കാണുന്നില്ല. ഞാൻ റസൂലിനെ അന്വേഷിച്ചിറങ്ങി. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വിളക്കുണ്ടായിരുന്നില്ല. അന്ന് എന്ന് പറഞ്ഞാൽ അഹദിഹി എന്നാണ്, ആ കാലഘട്ടത്തിൽ വിളക്കുണ്ടായിരുന്നില്ല എന്നാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിൽ ഒന്ന് വിളക്ക് കത്തിച്ച് നബി ഇവിടെ നോക്കാനുള്ള സംവിധാനമല്ല. ആ ജാതി വീട്. മഹാവിശുദ്ധ ഖുർആനിൽ സഹാബികളുടെ മര്യാദ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലുകളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ഭക്ഷണം വിളമ്പി പാകം ചെയ്ത് നിങ്ങൾ അത് തിന്നാൻ വേണ്ടി വിളിക്കുന്നത് നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ഭക്ഷണം തിന്നു കഴിഞ്ഞാൽ സംസാരിച്ചവിടെ ഇരിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിനൊരു പ്രയാസമുണ്ട്. നിങ്ങളോടത് തുറന്നു പറയാൻ റസൂലുകൾക്ക് ലജ്ജയാണ്. അല്ലാഹുവിന് ലജ്ജയുന്ന കൂട്ടരെ, അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങളെ ഇരുത്തി സംസാരിക്കാൻ, ഒന്ന് ഇരിക്കാൻ പറയാൻ സ്ഥല സൗകര്യമില്ല. ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചത്. ആ വീട്ടിലാണ് പ്രവാചകന്റെ കൂടെ രാത്രികൾ കഴിഞ്ഞത്. ആ പ്രവാചകന്റെ 2 മുടി സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി വേണമെന്ന് പറയുന്നത് എന്ത് ആദേശത്തിനാണ് എന്ന് ആലോചിക്കാൻ കഴിയാത്തത്ര സമുദായം അതപ്പതിച്ചിട്ടുണ്ട്. അതാ 40 കോടി മുടക്കുന്നത് 4000 കോടി വാരാനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസദ് കൂടെ കിട്ടുകയാണെങ്കിൽ
ഉറുപ്പ്യത്തിലാക്കി മാറ്റായിരുന്നു. ഈ നാശം വഹാബികളുടെ കയ്യിലായല്ലോ, അത് ശപിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ കുറച്ച് പൊടി കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞു. മുടി മാത്രമല്ല, പൊടി എടുത്തത് അറിയാണ്ട് 4 പേരുള്ള ഗ്രില്ലും വെള്ളതാ, കവറും വെള്ളതൊന്നല്ല, 4 പേർത്തെ ഗ്രില്ലും വെള്ള പൊടിയേറ്റപ്പം നടക്കും. ഇപ്പൊ മുടിയും പൊടിയും കൂടി കലക്കിയ വെള്ളമാണ് അത്രേ കൊടുക്കാൻ പോകുന്നു. നമ്മുടെ വിഷയം അതല്ല കൊടുക്കുക, എന്തൊക്കെ ചെയ്തോട്ടെ, നമ്മളതിന്റെ വസ്തുത അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ അതിന് സിഹത്തില്ലാന്ന് സനദില്ലാന്ന് ഓരെന്നെ പറയുന്നുണ്ട്, തലല്ലാത്ത മുടിയങ്ങ് ഓരെന്ന് പോയ ആൾക്കാർ പറയുന്നു. അപ്പൊ ഏതായാലും സഹോദരങ്ങളെ, അങ്ങനെയുള്ള അന്ധവിശ്വാസം സാർവത്രികമായി കൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാലും നടക്കുന്ന ഒരു കാലഘട്ടം. പുരോഹിത്യം അത്രമേൽ പിടികൊടുക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ശക്തിക്ഷയം സ്വാഭാവികമായും അതിനാക്കം കൂട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 10 കൊല്ലം മുമ്പ് ധൈര്യപ്പെടാത്തത് ഇപ്പൊ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വിജയഭേരി വിളിക്കും. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വെച്ച് വാദപ്രതിവാദം ഉണ്ടായില്ലേ, അതിന് വിജയിച്ച് അതിനൊക്കെ സമ്മാനം വാങ്ങിക്കൊണ്ടെടുക്കുക അവിടെ ആൾക്കാർ. പണ്ടുണ്ടായിരുന്നോ? സാധ്യമല്ലായിരുന്നു, ധൈര്യമില്ലായിരുന്നു. ഒരു വസ്തുവിന്റെ ഒരു വ്യക്തിയുടെ ഒരു ശക്തിയുടെ സംഘത്തിന്റെ ശക്തി അവരുടെ ഐക്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അനൈക്യമായാൽ നിങ്ങൾ കാറ്റ് പോകുന്ന, അസ്തിത്വം നഷ്ടപ്പെടുന്ന. അപ്പൊ ഒന്നിച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ തൗഹീദ് പ്രബോധനം ചെയ്യേണ്ട കാലഘട്ടമാണ് സഹോദരങ്ങളെ. പണ്ടത്തെ പോലെയല്ല, ഇത്ര ശാസ്ത്രീയപരമായിട്ട് സംഘടിതമായ ഭാവത്തിൽ ശിർക്ക് പ്രചരിപ്പിച്ച കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം, നിരന്തരമായിട്ട് ദഅവത്ത് നടത്തണം. അതേ ഒരു ദൂരമൊന്നും വേണ്ട, സത്യം പറഞ്ഞു നടത്താൻ. ആരെയും വ്യക്തി ഹത്യ നടത്തണ്ട, നമ്മുടെ ദീനിനതില്ല. ഈ അസത്യവാദത്തിന്റെ, ആ വിദഗ്ധവാദത്തിന്റെ അർത്ഥശൂന്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അല്ലാഹുവിന്റെ ഏകത്വത്തിന് നിന്റെ ജീവനാദിയേക്കാൾ നിന്റെ സമീപത്തുള്ള നിന്റെ റബ്ബിനെ നീ വിളിക്കുക. അതാണ് പറഞ്ഞു വെക്കാം. ഇന്നത്തെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിശയുടെ നിശബ്ദതയിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വരികയാണ്. അമ്പുമ വില കിടക്കുന്ന മൊഹീദ്ദീൻ ചെയ്തിനെ വിളിച്ച് പരീക്ഷണം നടത്തണോ? അറബി മാനിയിൽ പറഞ്ഞത് ഒരിക്കൽ വിളിച്ചാലൊന്നും പോരാ, 1000 വട്ടം വിളിക്കണം. അത് തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാകണം. ഇരുട്ടായതുകൊണ്ട് ഒറ്റക്കാണ് ഒറ്റക്കായിട്ടാണ്. നല്ല ദൃഢവിശ്വാസം വേണം, അതും ഉണ്ടാകാം. ഏകാഗ്രത വേണം, അതും ഉണ്ടാകും. പക്ഷേ 12 റക്അത്ത് നമസ്കരിക്കും വേണം. നമ്മുടെ വീട്ടിലൊരു അപകടം വരുമ്പോ വേഗം ഒതുകൊടുത്തിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 വട്ടം മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോഴേക്ക് ഈ ആളുടെ മണ്ണിലേക്ക് പോകും. അപ്പൊ അതിന് മുമ്പ് യാ റബ്ബി, എന്താ റബ്ബേ, എല്ലാ സുന്നിപ്പള്ളിയിലും പഠിപ്പിക്കുന്ന കിതാബിൽ ജലാലയിൽ എന്ന തഫ്സീറിൽ പറയാൻ, ഏതൊരു അടിമയാകട്ടെ ഈശ്വരാനെ വിളിച്ചാൽ എന്നതിന്റെ അർത്ഥം. എന്റെ റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഉത്തരം പറയുകയാണ്, ലബ്ബൈക യാ അബ്ദീ, അല്ലയോ അടിമ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. റബ്ബ് അവിടെ എത്തും. ആരുടെ വിളിക്കും? സഹോദരങ്ങളെ, ആ റബ്ബിനെ വിളിക്കാൻ നല്ലത്. മൊഹീദ്ദീൻ ശൈഖിന്റെ കിട്ടണി പണിയത്തിറങ്ങാനുണ്ടെന്നറിയാം. 65 സമസ്തയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പത്രപ്രസ്താവനയിൽ എന്താ പറഞ്ഞതെന്നറിയാം? വഹാബികൾ ചോദിക്കാണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയിൽ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അറബി മാത്രം അറിയാവുന്ന മൊഹീദ്ദീൻ ശൈഖിനെ എങ്ങനെ മനസ്സിലാവും? ഉത്തരം, ആരെവിടെ വിളിച്ചാലും മൊഹീദ്ദീൻ ശൈഖ് ഉണ്ടാവുമല്ലോ, അത് മൊഹീദ്ദീൻ ശൈഖിന് അറിയാം. അപ്പൊ അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചവൻ എന്നെ ആരോ വിളിച്ചിട്ടുണ്ട്, ഞാൻ മൊഹീദ്ദീൻ ശൈഖിനെ കേട്ടു, അതാരാണ്? അത് ഇന്ന ആളാണ്. എന്താ പറഞ്ഞത്? ഇന്നതാ പറഞ്ഞു. എന്നാ പഠിച്ചവനെ ഇയാളെ കൊടുക്ക്. അങ്ങനെ പറഞ്ഞു. എത്ര ഉറപ്പാന്നറിയാം. പണ്ട് സേട്ടു സാഹിബ് ഞങ്ങൾ നാട്ടിൽ പ്രസംഗിച്ചിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മുഴുവൻ ഇംഗ്ലീഷ്, ഇന്ദിരാഗാന്ധിന്നും രാജീവ് ഗാന്ധിന്നും മാത്രമുണ്ട് മലയാളത്തിൽ, ബാക്കിയൊക്കെ ഇംഗ്ലീഷിലാണ്. അതേപോലെ മൊഹീദ്ദീൻ ശൈഖ് എന്നത് മാത്രം ശൈഖികൾക്ക് അറിയാം, ബാക്കിയൊന്നും അറിയില്ല. പഠിച്ചവനോട് ഇങ്ങോട്ട് ചോദിക്കണം, എന്നിട്ട് കൊടുക്കണം. സഹോദരങ്ങളെ, അതിനൊക്കെ നേരം ഉണ്ടാവുക. മരത്തുമണ്ണ് താഴോട്ടുണ്ട് വീഴുമ്പോൾ പഠിച്ചവനെ വിളി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തും. പുഷ്പത്തെ പോലെ മലബാർ ഭാഗത്ത് ഒരു വാഹനാപകടം ഉണ്ടായി, 5 ആൾ മരിച്ചു, ഒരു ജീപ്പും ലോറിയും കൂട്ടിമുട്ടിച്ചു. അതിൽ ബാക്കിയായത് എന്താണ്? 9 മാസം പ്രായമായ ഒരു കുട്ടി ആളുകളെ ഓടി ചെന്നപ്പോൾ റോട്ടിൽ ഇങ്ങനെ കിടക്കുക, വാഹനത്തിൽ നിന്ന് പുറത്തിയാടിക്കുന്നത്. മൂപ്പർ അങ്ങനെ കളിച്ച് ചിരിച്ചങ്ങനെ കിടക്കും. ഉമ്മി മരിച്ചു, ഉമ്മാടെ ഉമ്മി മരിച്ചു, വേറെ 3 ആളുകൾ മരിച്ചു, 5 ആളും മരിച്ചു. കുട്ടി മരിച്ചിട്ടില്ല. അള്ളാഹു സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട ഒരാൾ പ്രാർത്ഥിച്ചു നോക്കി, യാ സാമിഅ കുല്ലി സൗത്തിൽ ഖഫിയ്യൻ, ഏത് നേർത്ത ശബ്ദം കേൾക്കുന്ന തമ്പുരാനെ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിലൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, പക്ഷേ നീ എല്ലാത്തിനും കഴിവുള്ളവനും കരുണയുള്ളവനുമാണ്.
فنادى بظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ആ പ്രാർത്ഥന കേട്ടവനാണ് അല്ലാഹു തആല. അതാ വിളിക്കേണ്ടത്. അതാണിനി പെണ്ണിനെ പഠിപ്പിക്കുക. അത് ബോധ്യപ്പെട്ടാല് പിന്നെ ഒരാളെ അത് വിളിക്കൂല. സഹോദരങ്ങളെ, അവരാരും വിളിക്കാനും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് നവോത്ഥാനം അത് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ചീത്ത അറിയുന്നില്ല, എന്തൊക്കെ പ്രവൃത്തികൾ നടത്തലെന്ന് പറയാ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം, കിട്ടിയ സുഖം കൊണ്ട് കിട്ടിയ ആദർശം കൊണ്ട് വീട്ടിലിരിക്കരുത്. ഇത് പുറത്ത് പ്രചരിപ്പിക്കണം, അതിന് യോജിക്കണം, അതിന് പരസ്പരം സഹായിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി വിയർപ്പൊഴിപ്പിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. തീർച്ചയായിട്ടും ഇത് വിജയിക്കും, മാറ്റങ്ങൾ ഉണ്ടാകും. ഒരാൾ മാറിയാൽ മതി, ലോകം മുഴുവൻ മാറുന്നുണ്ട്. ഒരൊറ്റ ആളെ ഹിദായത്തിലാക്കി. അനേക ചുവന്ന ഒട്ടകത്തെക്കാൾ നിനക്ക് ഗുണമുള്ള. അറബികളുടെ ഏറ്റവും വലിയ താല്പര്യം അതാണ്. എനിക്ക് അത് പറയാൻ കാരണം, ചുവന്ന ഒട്ടകം കിട്ടാൻ എല്ലാവർക്കും ഒന്നും വേണ്ട. ഭൂമിയും അതിലടങ്ങിയ മുഴുവൻ വസ്തുക്കളൊന്നും ഹദീസിലുണ്ട്. അപ്പൊ എത്രയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ, ഒരു ഭാഗം മാത്രമല്ല, ഈ മൂവാറ്റുപുഴ പരിസരം മാത്രം നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മളെ പിന്നെ കണ്ടാൽ ആരും അറിയില്ല, ആ ജാതിയാവും. അപ്പൊ ഈ ലോകത്തുള്ളത് മുഴുവൻ കിട്ടിയാൽ അതിനേക്കാൾ ഹൈറാണ് ഒരാൾ. അപ്പൊ നമ്മളെന്താ മെസ്സേജ് പറഞ്ഞാൽ പിന്നെ എക്സിബിഷൻ നടക്കാൻ ഞങ്ങളുടെ നാട്ടിൽ പട്ടാമ്പിയിൽ ഇന്ന് 5ാമത്തെ ദിവസമാണ്. സ്വകാര്യമായിട്ട് പറയാം, സ്വകാര്യമായിട്ട് പറയണ്ട, സ്വകാര്യമായിട്ട് പറയാം. അനേക മുസ്ലിങ്ങൾ, 10 താഴെ ആ മുസ്ലിങ്ങൾ അത് കണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ദുനിയാവും അതിനടങ്ങിയതിനേക്കാൾ മുഴുവതിനേക്കാൾ ഹൈറാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം തുടരുക, അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധരാവുക, ആത്മാർത്ഥമായിട്ട് ആണും പെണ്ണും ഇറങ്ങിത്തിരിക്കുക, അള്ളാഹുവിന്റെ ആദർശം ശക്തമായിട്ട് പ്രചരിപ്പിക്കുക. ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ തൗഹീദ് പ്രസംഗിക്കാത്ത ആൾക്കാരാണ് നമുക്ക് തോന്നുന്നത്. ഒരാശയം 10 വട്ടം പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന. ഉറങ്ങാത്ത ഒരാളോട് മത്സരാധികാരന്മാരെന്താ, ഞാൻ ഒന്നാലും ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചങ്ങനെ കിടന്നാൽ അത് ഉറങ്ങിപ്പോകുന്നതാണല്ലോ പറയുന്നത്. അതേപോലെ നമ്മള് തൗഹീദില്ല അങ്ങനെ ആകരുത്. നമ്മൾ തൗഹീദുണ്ട്, അത് വസ്തുനിഷ്ഠമായിട്ട് പറയും വേണം, വളച്ചൊടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുറ്റം പറയണം, അത് ഇസ്ലാമിന്റെ നിയമമാണ്. നല്ല രീതിയിൽ തൗഹീദിന്റെ മഹത്വവും ഷിർക്കിന്റെ അർത്ഥശൂന്യതയും അതാണ് വെച്ചാൽ മഹാന്മാരായ ഒരാളെയും കുറ്റം പറയണ്ട. മൊയ്തീൻ കുറ്റം പറയണ്ട, റിഫായി ഷെയ്ഖിനും കുറ്റം പറയണ്ട, മമ്പത്തത്തങ്ങളും കുറ്റം പറയണ്ട, ഒരാളെയും കുറ്റം പറയണ്ട. ഒരു കുറ്റം പറഞ്ഞോളൂ, നമ്മളോട്ട് കുറ്റം പറയില്ല. മുനമ്പത്ത് ബീവിനെ പറ്റി എന്താ പറഞ്ഞു? ഊരും പേരറിയില്ല, ആ പെണ്ണിന്റെ ബീവിനെ ഊരും പേരറിയില്ല, മശൂർ കുറവില്ല, ബഹുമാനമുള്ള നാട് അത് വെളിയും കൊടുക്കാതെ കുഞ്ഞിമരക്കാരും ശരിയും ബഹുമാനൊക്കപ്പെട്ട നാട്. ഊരും പേരറിയാത്ത പെണ്ണാണ്. നമ്മളെന്താ പറഞ്ഞിരിക്കണേ? നമ്മൾ പറയില്ല, ഓരാ പറയാം. മൊഴിഞ്ഞ് ചെയ്യുന്ന കഥകൾക്കാണ്. എല്ലാരെ കോഴിയും കൂടി ആടയുമേ മൊഴിയത്തിൽ കോഴിയോളം കൂടും. മൊഴിഞ്ഞ് ചെയ്യുന്ന കോഴിയാക്കിയില്ലേ? നമ്മളങ്ങനെ കോഴിയാക്കണ്ട, നല്ല മഹാനായിട്ട് തന്നെ കാണുക. എന്നിട്ട് തൗഹീദിന്റെ മഹത്വം ആളുകൾക്ക് പ്രബോധനം ചെയ്യുക. നിങ്ങളെല്ലാ അർത്ഥത്തിനോടും അതിനോട് സഹകരിച്ച് ഇത് കൃത്യമായിട്ട് നിലനിർത്തി നടത്തി വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ഭാഗമായ കാരണം എനിക്ക് പേടിയാണ്. ഞാൻ നോക്കി പറയാം. സബീന കിതാബിന്റെ വക്കിലുള്ള 2 വരി പാട്ടുപാടിയിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. വർക്കത്തിന് വേണ്ടിയല്ല, അതിന്റെ ആശയം വേണ്ടി. എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു പാടിയതാണ്. റംലാബീഗം പണ്ട് പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ആശയം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇലൈക യാ റബ്ബി ഖദ് വജ്ജതു ഹാജാതി വജിതു ബാബക യാ റബ്ബി ബിറൗദാതി അന്തൽ അലീമു ബിമാ യജ്റു വമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി വഖദിൽ ഹവായിജ ലി റബ്ബി വലസ്തു അറാ സിവാക യാ റബ്ബി മൻ ഖാലിൽ ഹജാതി. ഇലൈക, നിന്നിലേക്ക്, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഖദ് വജ്ജഹതു ഹാജാതി, എന്റെ ആവശ്യങ്ങളെല്ലാം നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. വജിതു ബാബക യാ റബ്ബി ബിറഹ്മതി, റബ്ബേ, ആഗ്രഹങ്ങളുമായി നിന്റെ കവാടത്തിലുള്ള ഈ സാധുവായ അടിമ വന്നിരിക്കുന്നു. റബ്ബിനോടാ പറയുന്നത്. ഈ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു.
ഇതെല്ലാം കിട്ടുന്നതിനും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സ് എത്രത്തോളമാണ് വേദനിക്കുന്നത്, എത്രത്തോളം വികാരം കൊള്ളുന്നതെന്ന് എനിക്കറിയാം. അദൃശ്യങ്ങളും എല്ലാം സൂക്ഷ്മമായിട്ട് അറിയുന്നതുമായി തമ്പുരാനെ, അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെല്ലാം നീ വീട്ടിൽ തരണമെന്ന പുരാനെ. വരസ്തുറ, ശ്രദ്ധിക്കുക, ഞാൻ കാണാനില്ല, എന്റെ ശ്രദ്ധയിലില്ല, എന്റെ അറിവിലില്ല. സിവാക്ക നീ അല്ലാതെ യാറപ്പിയെ രക്ഷിതാവേ എന്നും പാലിന്റെ ഹാജാത്തിന്റെ ആഗ്രഹങ്ങൾ വീട്ടിൽ തരുന്ന ഒരു ശക്തിയോ വ്യക്തിയോ നീ അല്ലാതെ ഇല്ല. സെബീന കിതാബിന്റെ വക്കീല്, വക്കീൽ അങ്ങനെ കുറച്ച് നല്ലതൊക്കെ ഉണ്ട്, ഉള്ള കുറച്ച് പോക്ക്. 6666 വകാന ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു വകാന എന്ന് പറയുമ്പോൾ മോശം, ആളൊരു വകയെന്ന് പറഞ്ഞാൽ കൊള്ളില്ല എന്നല്ല. അപ്പൊ 6000 വകയായാലും സ്ഥിതി എന്താ? എന്നാലും ഇതിന്റെ വക്കീൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒറ്റ വരി കൂടി വക്കീലുള്ളത്. മഹാനായ മൊഹീദ്ദീൻ ചെയ്യുന്നതാണെന്നാണ് പഠിപ്പിച്ച ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞത്. അതറിയില്ല. അദ്ദേഹം 1 വരെയുടെ അർത്ഥം പറഞ്ഞുള്ളൂ. ആ ഇടയ്ക്കാണ് അദ്ദേഹം ഹജ്ജിന് പോയത്, പിന്നെ അത് കിട്ടിയില്ല. ആ 1 വരെയുടെ അർത്ഥം ഞാൻ പറയാം. കഫാക്ക നിനക്ക് മതി, റബ്ബുക നിന്റെ റബ്ബ് മതി. എത്രയെത്ര അപകടങ്ങളെയും ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയുമാണ് ആ റബ്ബ് നിന്നിൽ നിന്ന് തട്ടി മാറ്റി അകറ്റി നിന്നെ സംരക്ഷിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടിലേക്ക് വേട്ടയാടാൻ പോയപ്പോൾ ഉഗ്രഗോപിയായ സിംഹത്തെ കണ്ടപ്പോൾ ഒളിച്ചിരുന്ന ആ വേട്ടക്കാരനെ പോലെ ഒളിച്ചിരുന്ന അപകടങ്ങൾ, നിനക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മാരക രോഗങ്ങൾ, ആക്സിഡന്റുകൾ നീ ആവശ്യപ്പെടാതെ ഇന്ന് നേരം പുലർന്ന് 14 മണിക്കൂർ കഴിഞ്ഞു നമ്മെ സംരക്ഷിച്ചത് അള്ളാഹു. ഇനി രാത്രിയാകുന്ന ഈ ദീർഘമായ ഗാഠമായ ഉറക്കത്തിൽ നമ്മൾ അള്ളാഹു സംരക്ഷിക്കും. നമ്മൾ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അങ്ങനെ പറയാം. റബ്ബേ, നിന്നെ എന്റെ ശരീരത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്, നീ ഉറങ്ങാതിരിക്കാൻ. മരിച്ചുപോയ മൊഹീദ്ദീൻ ശൈഖിനെ ഏൽപ്പിക്കണോ? ഉറങ്ങാതിരിക്കുന്ന അള്ളാഹുവിനെ ഏൽപ്പിക്കണോ? അതാണ് സഹോദരങ്ങളെ മൊഹീദ്ദീൻ ശൈഖ് തന്നെ പറയുന്ന ആ റബ്ബിനെ ഏൽപ്പിക്കാനാണ്. റബ്ബാണ് നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബിന്റെ ഏകത്വം ലോകത്ത് പുലർത്താൻ വേണ്ടി നിയുക്തമായ ഒരു സംഘം എന്ന നിലയ്ക്ക് ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണമേ നിർത്തി സർവശക്തനായ അള്ളാഹു ഈ ഒത്തുചേരൽ ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു തആല പുറത്തു മാപ്പാക്കി നൽകുന്നതാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ജ്യേഷ്ഠാനുജന്മാരും ഭാര്യ ഭർത്താക്കന്മാരും നമ്മുടെ പണ്ഡിതന്മാരും ആദ്യകാല വിശ്വാസികളും അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الحمد لله رب العالمين. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും. നമ്മളെ നടന്ന തർബിയ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. അതിന്റെ ലിങ്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റേഡിയോ ഇസ്ലാമിലും ഈ പ്രഭാഷണം നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ്. ഇതിന്റെ DVD അടുത്ത തർബിയയിൽ ലഭ്യമായിരിക്കും. 70 രൂപയാണ് DVDയുടെ വില. നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തിയ ആദരണീയനായ ഇബ്രാഹിം മുസ്തഫ അവർക്ക് ഈ സംഘടനയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. തർബിയ 5ാം ഭാഗം അടുത്ത മാസം 26-ാം തീയതി ഇതേ സമയം ഇവിടെ വെച്ച് നടക്കുന്നതാണ്. ആദരണീയനായ പണ്ഡിതൻ PT അബ്ദുൽ അസീസ് സുല്ലമി അവർകളാണ്